ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് രാത്രി നമ്മളൊരു യാത്രയിലേക്ക് പോകുന്നു. മരുഭൂമിയിലെ ചൂടിന്റെ ആവിക്കും തിരക്കേറിയ കെയ്റോ തെരുവുകളുടെ ശബ്ദത്തിനുമിടയിലേക്കൊരു യാത്ര. അവിടെ മിത്തുകൾ പുക പോലെ വായുവിൽ പറക്കുന്നു. എല്ലാവരും ഒരു സ്വപ്നത്തെ പിന്തുടർന്ന് അപ്രത്യക്ഷനായ ഒരാളെ അറിയാമെന്ന് അവകാശപ്പെടുന്നു. വർഷം 1923 നിങ്ങൾ വലിയൊരു കാര്യത്തിന്റെ വക്കിൽ നിൽക്കുകയാണ്. കെയ്റോ ഇപ്പോഴും ബ്രിട്ടീഷ് അധിനിവേശത്തിലാണ്. അതിന്റെ ഇടുങ്ങിയ വഴികളിൽ സൈനികരും പണ്ഡിതരും തട്ടിപ്പുകാരും നിറഞ്ഞിരിക്കുന്നു. നിങ്ങളിവിടെ ഒരു വിനോദസഞ്ചാരിയായിട്ടല്ല, മറിച്ചൊരു അന്വേഷകനായിട്ടാണ്. മറന്നുപോയ ഒരു നഗരത്തിന്റെ മന്ത്രിച്ച ശബ്ദങ്ങളാൽ വരച്ച സെർസൂര. പുരാണകഥയനുസരിച്ച് വെളുത്ത മതിലുകളുടെയും കറുത്ത പക്ഷികളുടെയും പറഞ്ഞറിയിക്കാനാവാത്ത നിധികളുടെയും ഒരു സ്ഥലമാണ്. ചിലരത് ലിബിയൻ മരുഭൂമിയിൽ മറഞ്ഞിരിക്കുന്നുവെന്ന് പറയുന്നു. മറ്റുള്ളവർ പറയുന്നത് ഇത് സ്ഥലം മാറുന്നു എന്നാണ്. അവരതിനെ ദി ഒയാസിസ് ഓഫ് ലിറ്റിൽ ബേർഡ്സ് എന്ന് വിളിക്കുന്നു. ഒരു മധ്യകാല അറബി കയ്യെഴുത്ത പ്രതി അതിനെ പ്രാവിനെപ്പോലെ വെളുത്തത് എന്നും ഉയരമുള്ള കറുത്ത ഭീമന്മാരും സ്വർണവാതിലുകളും കാവൽ നിൽക്കുന്ന ഒരു നഗരമെന്നും പോലും വിശേഷിപ്പിക്കുന്നു. നിങ്ങളത് തേടി വന്നിരിക്കുന്നു. നിധിക്കല്ല, സത്യത്തിനായിട്ടാണെന്ന് നിങ്ങൾ സ്വയം പറയുന്നു. പക്ഷെ സത്യം എപ്പോഴും മണലിനേക്കാൾ വഴുവുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആകുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാനും സ്ലംബർ സാഗ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു നിമിഷമെടുക്കൂ. എന്നാൽ ഞാനിവിടെ ചെയ്യുന്നത് നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടമാണെങ്കിൽ മാത്രം. പിന്നെ നിങ്ങളുടെ സ്ഥലവും പ്രാദേശിക സമയവും കമൻറ്റുകളിൽ പോസ്റ്റ് ചെയ്യുക. നിങ്ങളെല്ലാവരും എവിടെ നിന്നാണ് എന്നെ കേൾക്കുന്നതെന്നറിയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇപ്പോൾ ലൈറ്റുകൾ ഡിം ചെയ്യൂ. ആ മൃദുവായ ബാക്ക്ഗ്രൗണ്ട് ഹമ്മിങ്ങിനായി ഒരു ഫാൻ ഓണാക്കുക. ഇന്ന് രാത്രിയിലെ യാത്രയിൽ നമുക്കൊരുമിച്ച് സുഖപ്പെടാം. നിങ്ങൾ കെയ്റോയിലെ ഒരു ബോർഡിംഗ് ഹൗസിൽ കുടുങ്ങിയിരിക്കുന്നു. തിളപ്പിച്ച ചായയുടെയും മങ്ങിയ മാപ്പുകളുടെയും ഗന്ധം നിറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ മരത്തിന്റെ ഒരു സീലിംഗ് ഫാൻ ഒരു മടിയൻ കോമ്പസ് പോലെ കറങ്ങുന്നു. മേശയിൽ ഹാമിൽട്ടൺ റൈക്സ് ഇരിക്കുന്നു. സൂര്യതാപമേറ്റ ഫകവും നിക്കോട്ടിൻ വിരലുകളുമുള്ള ഒരു മെലിഞ്ഞ വിറയ്ക്കുന്ന ഇംഗ്ലീഷുകാരൻ. അനൗദ്യോഗികമായി അദ്ദേഹമാണ് നിങ്ങളുടെ നേതാവ്. കാരണം അദ്ദേഹത്തിന്റെ കയ്യിലാണ് ക്ലൂസ് നിറഞ്ഞ സ്കെച്ച് ബുക്കും ലണ്ടനിലെ ഏതോ മ്യൂസിയത്തിൽ നിന്നുള്ള ഫണ്ടിങ്ങുമുള്ളത്. സുവസ് ക്രോസ് ചെയ്ത് കടന്നതിന് ശേഷം അവൻ സെർസൂറിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അരികിൽ ആന്റോൺ വീസ് എന്ന ഓസ്ട്രിയൻ കാർട്ടോഗ്രാഫറുണ്ട്. അയാൾ 6 ഭാഷകൾ സംസാരിക്കുന്നു, പക്ഷെ സ്വന്തം ടെന്റ് ഫ്ലാപ്പിലേക്ക് പോലും വഴിതെറ്റി വന്നവൻ. പിന്നെ നിങ്ങളുടെ വിവർത്തകയും എപ്പോഴെങ്കിലും വഴികാട്ടിയുമായ സൽമ. സിവയിൽ ജനിച്ച് മണൽക്കൂനുകൾക്കും മുത്തച്ഛിമരുടെ കഥകളുടെ സ്വപ്നങ്ങൾക്കുമിടയിൽ വളർന്നു. അവൾ കുറച്ചു മാത്രമേ ചിരിക്കാറുള്ളൂ. സെർസൂറയെ അന്വേഷിക്കുന്ന ആളുകൾക്ക് കണ്ടെത്താൻ കഴിയില്ല എന്നാണ് അവൾ പറയുന്നത്. നിങ്ങളുടെ കൈറോയിൽ ദിവസങ്ങൾ പൊടിപിടിച്ച പുസ്തകങ്ങളിലെ നിഗൂഢമായ അഭിമുഖങ്ങളും മണൽക്കൂനകൾക്ക് മുകളിലൂടെ പടിഞ്ഞാറോട്ട് പറക്കുന്ന വിചിത്ര പക്ഷികളെ കണ്ടതായി അവകാശപ്പെടുന്ന ഫെസ്തൊപ്പിയുടെ വൃദ്ധർക്ക് കൈമാറിയ കൈകൂളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിങ്ങൾ തകർന്നു വീഴുന്ന ലൈബ്രറികളിലെ പഴയ കൈയെഴുത്തു പ്രതികളിൽ സൂക്ഷ്മ പരിശോധന നടത്തുന്നു. 15-ാം നൂറ്റാണ്ടിലെ ഒരു ടെസ്റ്റിൽ ഗിൽഫ് കബീറിന് പടിഞ്ഞാറുള്ള ഒരു വെള്ളവും തീയുമുള്ള താഴ്വരയെക്കുറിച്ച് പരാമർശിക്കുന്നു. ഇതൊരു ഭൗതിക സ്ഥലത്തെ വിവരിക്കുകയാണോ അതോ ആത്മാവീയ പരീക്ഷണമാണോ എന്ന് ചരിത്രകാരന്മാർ ഇപ്പോഴും വാദിക്കുന്നു. ചിലർ പറയുന്നു ഇതൊരു ഉപമയാണെന്ന്. മറ്റുള്ളവർ പറയുന്നത് ഇത് വീണ്ടും കണ്ടെത്തുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സ്ഥലമാണെന്നാണ് സത്യം. വൈകുന്നേരങ്ങളിൽ കറുത്ത കോഫിയും ഗ്രാമ്പൂ സിഗരറ്റുകളും കഴിക്കുമ്പോൾ റേക്സ് പഴയ മാപ്പുകളുടെ അരികുകളിൽ സാധ്യമായ റൂട്ടുകൾ സ്കെച്ച് ചെയ്യാൻ തുടങ്ങുന്നു. സെർസുറ നിലവിലുണ്ടെങ്കിൽ എന്നദ്ദേഹം പറയുന്നു. പുരാണത്തിനും മരീചികയ്ക്കുമിടയിലുള്ള എവിടെയെങ്കിലും നമുക്കത് കണ്ടെത്താനാകും. തീർച്ചയായും പലരും നോക്കിയിട്ടുണ്ട്. ബാഗ്നോൾട്ട് പര്യവേക്ഷണം അധികം താമസിയാതെ ഈ വഴി കടന്നുപോയി. ഉണങ്ങിയ വാടികളും അതിലും വരണ്ട വാടികളും മാപ്പ് ചെയ്തു. അവർക്കൊന്നും കണ്ടെത്താനായില്ല. 1908 ഫ്രഞ്ചുകാർ ശ്രമിച്ചു, പക്ഷേ അപ്രത്യക്ഷരായി. മരുഭൂമിയിലേക്ക് കടന്ന് മാസങ്ങൾക്ക് ശേഷം വീണ്ടും പ്രത്യക്ഷപ്പെട്ട ഇറ്റാലിയന്മാരുടെ കഥകൾ പോലുമുണ്ട്. നിശബ്ദരായി, അന്ധരായി, മമ്മികളെപ്പോലെ സൂര്യപ്രകാശമേറ്റ് തൊലിയുരിഞ്ഞവർ. കൈറോയിലെ റോയൽ ജിയോഗ്രാഫിക്കൽ സൊസൈറ്റി ബ്രാഞ്ചിൽ നിങ്ങളൊരു പ്രഭാഷണത്തിൽ പങ്കെടുക്കുന്നു. കേണൽ അർബുനട്ട് എന്ന വണ്ണമുള്ള ഒരു മനുഷ്യനാണ് പ്രഭാഷകൻ. അയാൾ മീശയിലൂടെ ചിരിക്കുന്നു. സെർസുറയെ റൊമാൻറ്റിക്സിനും ഭ്രാന്തനും വേണ്ടിയുള്ള മരുഭൂമിയിലെ ഒരു ഫെയറി ടെയിൽ എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. റേക്സ് അദ്ദേഹത്തിന് നേരെ ഒരു ബിസ്ക്കറ്റ് എറിയാൻ തയ്യാറായി. പിന്നീട് ക്ലബിന്റെ പിന്നിലെ ഇടവഴിയിൽ കീറിയ മേലങ്കി ധരിച്ച ഒരു വൃദ്ധൻ നിങ്ങളുടെ കയ്യിൽ ഒരു ചെറിയ കളിമൺ ഗുളിക തരുന്നു. നിങ്ങൾ അടുക്കുമ്പോൾ ചെറിയ പക്ഷികൾ പാടും എന്ന് അദ്ദേഹം അതും പറഞ്ഞ് കരഞ്ഞ്
ഹൂക്കയുടെ പുകയുടെ മഞ്ഞുമുടലിലേക്ക് അപ്രത്യക്ഷനാകുന്നു. ടാബ്ലറ്റ് ഏതു ഭാഷയിലാണെന്ന് നിങ്ങൾക്കിപ്പോഴും അറിയില്ല. മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നിട്ടും, സൽമയുടെ നിശബ്ദതയും റെയ്ക്സിന്റെ ആസക്തിയും ഉണ്ടായിരുന്നിട്ടും, നിങ്ങളുടെ അസ്ഥികളിൽ എന്തോ ഒരു മാറ്റം അനുഭവപ്പെടുന്നതായി നിങ്ങൾക്ക് തോന്നുന്നു. സേഴ്സുറ ഒരു ഇതിഹാസത്തേക്കാൾ കൂടുതലാണെന്ന് ഒരു നിശബ്ദ ഉറപ്പ്. മരുഭൂമിയിലെ ഒരു സ്ഥലമല്ലായിരിക്കാം, മറിച്ച് അതൊരു തരം പരീക്ഷണമാണ്. നിങ്ങൾ എന്താണോ അതുമാത്രം വെളിപ്പെടുത്തുന്ന ഒരു മരീചിക. ഉപ്പിട്ട മാംസം, ചുരുട്ടിയ പുകയില, വെള്ളത്തിന്റെ ടിന്നുകൾ, ഹൃദയമിടിപ്പ് പോലെ സ്പന്ദിക്കുന്ന ഒരു വൈൻഡപ്പ് കോമ്പസും നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങൾ ഒട്ടകങ്ങളെ നബീൽ എന്ന ആളിൽ നിന്ന് വാടകയ്ക്കെടുക്കുന്നു. അദ്ദേഹം നിങ്ങൾ ഭ്രാന്തിയിലേക്ക് സവാരി ചെയ്യാൻ പോകുന്നതിനാൽ ഇരട്ടിപ്പണം നൽകണമെന്ന് നിർബന്ധിക്കുന്നു. പക്ഷേ നിങ്ങൾ അദ്ദേഹത്തെ അവഗണിക്കുന്നു. നിങ്ങൾ പോകുന്നതിൻ്റെ തലേദിവസം നിങ്ങൾ ഒറ്റയ്ക്ക് തെരുവുകളിൽ അലഞ്ഞു നടന്ന് ഏലസുകൾ വിൽക്കുന്ന ഒരു സ്റ്റാളിലെത്തുന്നു. നിങ്ങൾ ഒരു ചെറിയ പെൻഡന്റ് വാങ്ങുന്നു, അസ്ഥിയിൽ നിന്ന് കൊത്തിയ ഒരു മൂങ്ങ. കാരണം അത് വിൽക്കുന്ന സ്ത്രീ പറയുന്നു, അത് നഷ്ടപ്പെട്ട വസ്തുക്കളെ അടുത്തെത്തിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ താമസസ്ഥലത്തേക്ക് മടങ്ങുമ്പോൾ യാത്രാ പെർമിറ്റിനെക്കുറിച്ച് റേക്സ് ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനുമായി തർക്കിക്കുന്നത് നിങ്ങൾ കാണുന്നു. പടിഞ്ഞാറോട്ട് സൂര്യാഘാതവും ഖേദവുമല്ലാതെ ഒന്നുമില്ല എന്ന് ഓഫീസർ പറയുന്നു. ആ രാത്രിയിൽ നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയില്ല. പുറത്തെ കാറ്റിൽ ഡ്രമ്മുകളുടെ നേരിയ ശബ്ദം കേൾക്കാം. അല്ലെങ്കിൽ അത് നിങ്ങളുടെ ഹൃദയമായിരിക്കാം. നിങ്ങൾ ജനലരികിലിരുന്ന് നക്ഷത്രങ്ങളുടെ പുതപ്പിനടിയിൽ കൈറോ സ്വപ്നം കണ്ടത് നോക്കി ആദ്യമായി സ്വയം ആ വാക്ക് മന്ത്രിക്കുന്നു. സെർസുറ. പഞ്ചസാരയും പൊടിയും പോലെയാണ് അതിൻ്റെ രുചി. കൈറോയിലെ മേൽക്കൂരുകൾക്ക് മുകളിലൂടെ പ്രാർത്ഥനാവിളി മുഴങ്ങുന്നതിനു മുമ്പ് തന്നെ നിങ്ങൾ നേരത്തെ ഉണരുന്നു. ശ്വാസം അടക്കിപ്പിടിച്ചതുപോലെ നഗരം ഇപ്പോഴും ഉറങ്ങുകയാണ്. മുറ്റത്ത് സൽമ പാക്കറ്റുകളെ പരിശോധിക്കുന്നു. അവളുടെ ചലനങ്ങൾ വേഗതയുള്ളതും നിശബ്ദവുമാണ്. ഭൂപടങ്ങളുടെ സഞ്ചി ക്രമീകരിക്കുന്നതിനിടയിൽ ആന്റൺ ജർമ്മൻ ഭാഷയിൽ പരിഭ്രാന്തിയോടെ അവൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അതേസമയം റെയ്ക്സിന്റെ കണ്ണുകളിൽ ഇതിനകം തന്നെ ഒരു ഭ്രാന്തമായ തിളക്കമുണ്ട്. നിങ്ങൾ ഒരു പ്രശ്നവുമായി ബന്ധപ്പെടുത്താൻ വരുന്ന അതേ തിളക്കം. ഇന്ന് നിങ്ങൾ ഈജിപ്തിൻ്റെ ഒരു മാപ്പ് ചെയ്ത ഭാഗത്തേക്കല്ല പോകുന്നത്. നിങ്ങൾ അതിർത്തികൾക്ക് പുറത്തേക്ക് കാലെടുത്തു വയ്ക്കുകയാണ്. നിങ്ങളുടെ റൗട്ട് ആരംഭിക്കുന്നത് ബഹാരിയ ഒയാസിസിലേക്കാണ്. രക്ഷയ്ക്കും ഒന്നും കരിഞ്ഞു പോകാത്തതിനും ഇടയിൽ കിടക്കുന്ന ഒരു പച്ചപ്പ്. എന്നാൽ ആദ്യം നിങ്ങൾക്ക് ആളുകളെ വേണം. നിങ്ങളുടെ ലണ്ടൻ പരിശീലനം ലഭിച്ച കോമ്പസിനേക്കാൾ നന്നായി ഭൂമിയെ അറിയുന്ന തദ്ദേശീയരെ. നിങ്ങൾ ഗിസയിലേക്ക് പോകുന്നു. പിരമിഡുകൾ കാണാനല്ല, മറിച്ച് ബെഡുവിൻ ആളുകളെ കാണാനാണ്. അവർ സ്വയം അൽ അസ്രഫ് എന്ന് വിളിക്കുന്നു. വിണ്ടുകീറിയ കൈകളും മൂർച്ചയുള്ള കണ്ണുകളുമുള്ള ഒട്ടകങ്ങളെപ്പോലെ ശക്തരായ നാടോടികൾ. പുറത്തുനിന്നുള്ളവരുമായി അവർ വളരെ അപൂർവമായി മാത്രമേ ഇടപഴകൂ. പക്ഷേ സൽമയ്ക്കൊരു കസിനുണ്ട്. അവൾക്കൊരു ഉപകാരം ചെയ്യാൻ കടപ്പെട്ടിരിക്കുന്ന ഒരാളെ അവൾക്കറിയാം. ആ സഹായം നിങ്ങൾക്ക് ഒരു ക്യാൻവാസ് കൂടാരത്തിന് കീഴിൽ തീയുടെ വെളിച്ചത്തിൽ ഒരു മീറ്റിംഗ് നൽകുന്നു. അവിടെ 3 മൂപ്പന്മാർ വെളുത്ത തുണിയിൽ പൊതിഞ്ഞിരിക്കുന്നു. അവരുടെ മുഖങ്ങൾ ഉണക്കിയ പഴങ്ങളെപ്പോലെയും മുകളിലുള്ള നക്ഷത്രങ്ങളെക്കാൾ കുറവാണ് അവരുടെ വാക്കുകൾ. നിങ്ങൾ സെർസൂറയെക്കുറിച്ച് വിശദീകരിക്കാൻ ശ്രമിക്കുന്നു. റെയ്ക്സാണ് കൂടുതലും സംസാരിക്കുന്നത്. ഓരോ വാക്കും പറയുമ്പോഴും മുറി നന്നായി തണുത്തുറയുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാം. ഒടുവിൽ മൂപ്പന്മാരിലൊരാൾ സൽമയെ മരവിപ്പിക്കുന്ന എന്തോ പറയുന്നു. അദ്ദേഹം അതെന്താണ് പറഞ്ഞത് എന്ന് റെയ്ക്സ് ചോദിക്കുന്നു. അവൾ മടിക്കുന്നു, പിന്നീട് വിവർത്തനം ചെയ്യുന്നു. നിങ്ങൾ മരിച്ചവരെ മാത്രം ആഗ്രഹിക്കുന്ന ഒരു നഗരത്തെയാണ് പിന്തുടരുന്നത് എന്നാണ് അവർ പറയുന്നത്. മറ്റുള്ളവർ തലയാട്ടുന്നു. മറ്റൊരു മൂപ്പൻ മണലിൽ തുപ്പുന്നു. സെർസൂറ ഒരു സ്ഥലമല്ല, അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. അതൊരു ചോദ്യമാണ്. പിന്നെ അയാൾ നിന്നിട്ട് നടക്കുന്നു. നിങ്ങൾ വീണ്ടും നിർബന്ധിക്കുന്നു. റെയ്ക്സ് പണം വാഗ്ദാനം ചെയ്യുന്നു. സ്വർണ്ണ നാണയങ്ങൾ, അപൂർവ പുകയില, ഒരു പോക്കറ്റ് വാച്ച് പോലും. എന്നാൽ നിങ്ങൾ എന്താണ് വാഗ്ദാനം ചെയ്യുന്നത് എന്നതല്ല പ്രശ്നം. അവർ എന്തിനെയാണ് പേടിക്കുന്നത് എന്നതാണ് പ്രശ്നം. അവരിൽ ഒരാൾ ഒടുവിൽ നിങ്ങളെ നയിക്കാൻ സമ്മതിക്കുന്നു, ഒരു വ്യവസ്ഥയിൽ.
നിങ്ങൾ എൻ്റെ പാത പിന്തുടരുക. നിങ്ങൾ തിരിയുമ്പോൾ നിങ്ങൾ എന്തിനാണ് പിന്നോട്ട് തിരിയുന്നത് എന്ന് നിങ്ങൾ ചോദിക്കരുത്. പക്ഷികൾ പാട്ട് നിർത്തുമ്പോൾ നിങ്ങൾ കൂടുതൽ കുഴിക്കുന്നില്ല. നിങ്ങൾ തീർച്ചയായും അതിന് സമ്മതിക്കുന്നു. കാരണം നിങ്ങൾക്ക് പിന്നോട്ട് തിരിയാൻ പദ്ധതിയില്ല, ഇതുവരെയില്ല. നിങ്ങളുടെ യാത്രാസംഘം പോകുമ്പോൾ കൈറു തകർന്ന പോസ്റ്റ് കാർഡ് പോലെ പിന്നിലേക്ക് വീഴുന്നു. ആകാശം എല്ലാ ദിശകളിലേക്കും അനന്തമായി നീണ്ടുകിടക്കുന്നു. പക്ഷികളില്ല, മരങ്ങളില്ല. ചക്രവർത്തി വളയ്ക്കുന്ന ബെയ്ജ് പാളികളും ചൂടും മാത്രം. ഒട്ടകങ്ങൾ പരാതി കൂടാതെ നടക്കുന്നു. ഈ ഭ്രാന്തിനു വേണ്ടി നിർമ്മിക്കപ്പെട്ടവയാണവ. 2 ദിവസത്തിനു ശേഷം നിങ്ങളുടെ ഗൈഡ്, അദ്ദേഹത്തിൻ്റെ പേര് ഹഫീസ്, നിങ്ങളെ മുഖ്യപാതയിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോകുന്നു. ഒരു ബ്രിട്ടീഷുകാർ ഒരിക്കലും വരയ്ക്കാത്ത ഒരു താഴ്വരയുണ്ട് എന്നും കാറ്റ് ശരിയാകുമ്പോൾ അത് ഈത്തപ്പഴത്തിൻ്റെ ഗന്ധം വമിക്കുമെന്നും അദ്ദേഹം പറയുന്നു. അതെന്താണെന്ന് നിങ്ങൾക്കുറപ്പില്ല, എങ്കിലും നിങ്ങൾ പിന്തുടരുന്നു. മരുഭൂമിയിൽ യുക്തി വിയർപ്പിനൊപ്പം ബാഷ്പീകരിക്കുന്നുവെന്ന് നിങ്ങൾ പഠിക്കുകയാണ്. ആ രാത്രി ക്യാമ്പ് ഫയറിന് ചുറ്റും ഹാഫീസ് ഒരു കഥ പറയുന്നു. വളരെ കാലം മുമ്പ്, അദ്ദേഹം പറയുന്നു, ഒരാൾ സർസുറ കണ്ടെത്തി. അദ്ദേഹം തൻ്റെ ഗോത്രത്തിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഒരിക്കലും അടയുന്നില്ല. കൈകൾ തൊട്ടതെല്ലാം കത്തിച്ചു. അദ്ദേഹം നിലത്ത് കുടിച്ചു, പക്ഷികളോട് നിലവിളിച്ചു. 3-ാം രാത്രിയിൽ അദ്ദേഹം മണൽ കൂനകളിലേക്ക് നടന്നുപോയി. പിന്നെ ഒരിക്കലും തിരിച്ചു വന്നില്ല. സർസുറ യഥാർത്ഥത്തിലുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ഹാഫിസിനോടായി ചോദിക്കുന്നു. അദ്ദേഹം തോളുകൾ കുലുക്കുന്നു. നിങ്ങളുടെ അസ്ഥികളിൽ നിന്ന് മാംസം പറിച്ചെടുക്കുന്ന മണൽക്കാറ്റുകളിൽ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പേര് മന്ത്രിക്കുന്ന കിണറുകളിൽ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ വിദേശികൾ എപ്പോഴും നിങ്ങളെ തിന്നുന്ന എന്തെങ്കിലും തിരയുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സന്തോഷവാനായ ഒരു സുഹൃത്ത്. എന്നിട്ടും മരുഭൂമി മുന്നറിയിപ്പുകളും നിഗൂഢമായ കഥകളും മാത്രമല്ല, സൗന്ദര്യവുമുണ്ട്. അസാധ്യമായ സൗന്ദര്യം. നിങ്ങൾക്കറിയാത്ത നിറങ്ങളാൽ ആകാശത്ത് നിറയുന്ന സൂര്യസ്തമയങ്ങൾ. നക്ഷത്രങ്ങൾ വളരെ സാന്ദ്രമായിരിക്കുമ്പോൾ അവ മഞ്ഞു പെയ്യാൻ പോകുന്നതുപോലെ തോന്നുന്ന രാത്രികൾ. ശരിയായ അക്ഷാംശത്തിനടുത്തല്ലെങ്കിലും താൻ സദേൺ ക്രോസ് കണ്ടതായി ആൻഡൻ സത്യം ചെയ്യുന്നു. പക്ഷേ മരുഭൂമിയും തന്ത്രങ്ങൾ കളിക്കുന്നു. ഒരു ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ അസഹനീയമായ ചൂടുള്ള സ്ഥലത്തിലൂടെ കടന്നുപോകുമ്പോൾ സൽമ ദൂരത്തേക്ക് നോക്കി അവളുടെ ശ്വാസത്തിനടിയിൽ എന്തോ മൂളുന്നു. നിങ്ങൾ അവളുടെ നോട്ടം പിന്തുടരുമ്പോൾ അകലെ എന്തോ തിളങ്ങുന്നതായി കാണുന്നതായി തോന്നുന്നു. മറ്റുപക്ഷേ വെള്ള ഗോപുരങ്ങളാണോ, അതോ ഒരു വെള്ള ഡോമാണോ? പിന്നെ അത് അപ്രത്യക്ഷമാകുന്നു. നിങ്ങളൊന്നും പറയുന്നില്ല, അവളും അത് തന്നെ ചെയ്യുന്നു. ആ രാത്രിയിൽ നിങ്ങൾ സ്വപ്നം കാണുന്നു. കറുത്ത മുനയുള്ള ചിറകുകളുള്ള വെളുത്ത ചെറിയ പക്ഷികളുടെ കൂട്ടങ്ങൾ തലയ്ക്ക് മുകളിൽ വട്ടം കെട്ടി ചിരിക്കുന്നതുപോലെ അലറുന്നു. സ്വപ്നത്തിൽ അവ നിങ്ങളുടെ കൈകളിൽ നിന്ന് മാംസം പഴം പോലെ കുത്തിയെടുക്കുന്നു. നിങ്ങൾ ഉണരുമ്പോൾ നിങ്ങളുടെ ബ്ലാങ്കറ്റിൽ തൂവലുകളുണ്ട്. നിങ്ങൾ ചിരിക്കുന്നു. അവയെ കുടഞ്ഞിട്ട് അവ തലയിണയിൽ നിന്നോ ആരുടെയെങ്കിലും വസ്ത്രത്തിൽ നിന്നോ വന്നതാകണം എന്ന് സ്വയം പറയുന്നു. എന്നിട്ടും നിങ്ങളൊരു തൂവൽ പോക്കറ്റിൽ വയ്ക്കുന്നു. ഒരുപക്ഷേ അതിന് നേർത്ത റോസ്മെരിയുടെ മണമുണ്ട്. 20-ാം നൂറ്റാണ്ടിലെ തുടക്കത്തിലെ പര്യവേക്ഷണങ്ങൾ യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായിരുന്നോ അതോ വേഷം മാറിയ കൊളോണിയൽ നിധിവേട്ടയേക്കാളും അല്പം കൂടുതലാണോ എന്ന് ചരിത്രകാരന്മാർ വാദിക്കുന്നു. നിങ്ങളുടെ സംഘം തീർച്ചയായും ആ വ്യത്യാസം മങ്ങിക്കുന്നു. നിങ്ങൾക്ക് കയ്യിൽ ഉപകരണങ്ങളുണ്ട്, തീർച്ചയായും, കോമ്പസ്, സ്കെച്ച് ബുക്കുകൾ, സാമ്പിളുകൾ. പക്ഷേ നിങ്ങൾക്ക് കത്തികൾ, കൈക്കൂലി, വർദ്ധിച്ചുവരുന്ന ആസക്തിയുമുണ്ട്. റേക്സ് ഇപ്പോൾ ഉറക്കത്തിൽ പിറുകുറുക്കുന്നു. തനിക്ക് മനസ്സിലാകാത്ത അറബി വാക്യങ്ങൾ ഉറുവിടുന്നു. ആൻഡൻ്റെ മാപ്പുകൾ ചെറിയ ഭരന്തമായ എഴുത്തുകൾ കൊണ്ട് മൂടിയിരിക്കുന്നു. സൽമ ഒന്നും പറയുന്നില്ല. പക്ഷെ അവളുടെ കണ്ണുകൾ ആകാശം പരിശോധിക്കുന്നത് നിർത്തുന്നില്ല. 5-ാം ദിവസം ഹാഫിസ് പെട്ടെന്ന് നിർത്തുന്നു. അവൻ്റെ ഒട്ടകം പ്രതിഷേധത്തോടെ മുറുമുറുക്കുന്നു. അവൻ ഇറങ്ങി മുട്ടുകുത്തി മണ്ണിൽ ചെവി അമർത്തുന്നു. എന്താണിത്? നിങ്ങൾ ചോദിക്കുന്നു. അവൻ പടിഞ്ഞാറോട്ട് വിരൽ ചൂണ്ടുന്നു. കാറ്റ്, അദ്ദേഹം പറയുന്നു. പക്ഷേ ആകാശത്തു നിന്നല്ല, ഭൂമിയിൽ നിന്ന്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായി അറിയുന്നില്ല. പക്ഷേ റേക്സ് നിങ്ങൾ തുടരാൻ തന്നെ ആവശ്യപ്പെടുന്നു.
ഹാഫിസ് മനസ്സില്ലാതെ സമ്മതിക്കുന്നു. ഒരു ദിവസം കൂടി, അതിനുശേഷം ഞാൻ നിങ്ങളെ വിട്ടേക്കാം. ഒരു സ്കൂൾ കുട്ടിയെപ്പോലെ റേക്സ് ധൈര്യമായി പുഞ്ചിരിക്കുന്നു. നിങ്ങൾക്കും അതനുഭവിക്കാൻ കഴിയും. വായുവിൽ ചില മാറ്റങ്ങൾ. കാറ്റിൻ്റെ രുചി വ്യത്യസ്തമാണ്. സൂര്യൻ നിങ്ങളുടെ ചർമ്മത്തിൽ തണുപ്പ് അനുഭവപ്പെടുന്നു. ആ രാത്രിയിൽ നിങ്ങളുടെ കീറിപ്പറിഞ്ഞ ബ്ലാങ്കറ്റിനടിയിൽ നിങ്ങൾ ഉണരുമ്പോൾ നിശബ്ദത നിങ്ങളുടെ കാതുകളിൽ ശക്തമായി അമർത്തുന്നു. അത് നിലവിളിക്കുന്നത് പോലെയാണ്. ഹാഫിസ് ഉദ്ദേശിച്ചത് ഇതാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. മറ്റെല്ലാം അപ്രത്യക്ഷമാകുമ്പോൾ മാത്രമേ സർസുറ പ്രത്യക്ഷമാവുകയുള്ളൂ എന്ന്. നാളെ നിങ്ങൾക്കത് കണ്ടെത്താനായേക്കാം. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ ഒട്ടകങ്ങൾ അനങ്ങുന്നു. രാവിലെ ചായയ്ക്കോ സംഭാഷണത്തിനോ ഹാഫിസ് കാത്തിരിക്കില്ല. നിങ്ങൾ ടെന്റിൽ നിന്ന് പുറത്തു വരുമ്പോഴേക്കും അവൻ ഇതിനകം ആക്ക് ചെയ്ത് കുതിരപ്പുറത്ത് കയറിയിരിക്കും. ഉറക്കം മരുഭൂമിയിലെ പൊടി പോലെ നിങ്ങളുടെ ചർമ്മത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഒരു വാക്കുപോലും പറയാതെ അവൻ നിങ്ങളോട് പിന്തുടരാൻ ആംഗ്യം കാണിക്കുന്നു. നിങ്ങൾ അവൻ്റെ പിന്നിൽ അണിനിരക്കുന്നു. താഴ്ന്ന മണൽ വരമ്പുകളിലൂടെ നിഴൽ പോലെ നീണ്ടുകിടക്കുന്ന യാത്രാസംഘം. ഇന്ന് എല്ലാം വ്യത്യസ്തമായി തോന്നുന്നു. വെളിച്ചം മൂർച്ചയുള്ളതാണ്, ചൂടുള്ളതല്ല. ആകാശം വളരെ വിളറിയതായി തോന്നുന്നു. തോൽ സഞ്ചിയുടെ ശബ്ദവും ഒട്ടകങ്ങളുടെ കാലടി ശബ്ദവും നിങ്ങൾ ശീലിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അതിനെല്ലാം താഴെ മറ്റൊരു ശബ്ദമുണ്ട്. ഒരു താഴ്ന്ന മൂളൽ. അത് കാറ്റായിരിക്കാം, ചിലപ്പോൾ അല്ലായിരിക്കാം. നിങ്ങൾ മണിക്കൂറുകളോളം നിശബ്ദതയിൽ സവാരി ചെയ്യുന്നു. റൈക്സ് ഒരിക്കലും നിശബ്ദനാണ്. ചക്രവാളത്തിലേക്ക് കണ്ണിച്ചുമ്പുമ്പോൾ ആൻഡണ്ട് തല കുലുങ്ങുന്നു. തൻ്റെ നോട്ട്ബുക്കിൽ നിരന്തരം പ്രേതരൂപങ്ങൾ വരയ്ക്കുന്നു. സൽമയുടെ മുഖം പതിവിലും കൂടുതൽ ഇറുകിക്കിടക്കുന്നു. അവളുടെ കണ്ണുകൾ അപൂർവമായി മിന്നിമറയുന്നു. മുഴുവൻ ഭൂപ്രദേശവും മങ്ങാൻ തുടങ്ങുന്നു. മണൽക്കൂനുകൾ അനന്തമായി ഉരുണ്ടുകൊള്ളുന്നു. വെളുത്തതും നഗ്നവുമായ ഒരു വലിയ ഉറങ്ങുന്ന മൃഗത്തിൻ്റെ പുറകിലൂടെ നിങ്ങൾ സവാരി ചെയ്യുന്നതായി തോന്നുന്നു. ഉച്ചയോടെ തകർന്ന പല്ലിൻ്റെ ആകൃതിയിലുള്ളൊരു കല്ല് നിങ്ങൾ കടന്നുപോകുന്നു. ഹാഫിസ് ഒറ്റക്കൈ ഉയർത്തുന്നു. എല്ലാവരും നിൽക്കുന്നു. സൽമിയോടൊരു വെട്ടിച്ചുരുക്കിയ ഭാഷയിൽ അയാൾ എന്തോ പറയുന്നു. അവൾ നിങ്ങളുടെ നേരെ തിരിയുന്നു. ഇതിനപ്പുറം മണൽ മാറുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഇവിടെ ഒരു കോമ്പസും പ്രവർത്തിക്കുന്നില്ല. ഇവിടെയാണ് നമ്മളെ അവൻ വിടുന്നതെന്നും ആണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായും റൈക്സ് പ്രതിഷേധിക്കുന്നു. വീണ്ടും കൈക്കൂലി നൽകുന്നു. കൂടുതൽ ക്രെഡിറ്റ്, കൂടുതൽ പണം, മ്യൂസിയം അംഗീകാരം പോലും വാഗ്ദാനം ചെയ്യുന്നു. ഹാഫിസ് ശ്രദ്ധിക്കുന്നു. എന്നിട്ട് കല്ലിൽ ഭംഗിയായി തുപ്പുന്നു. ഞാൻ എൻ്റെ കണ്ണുകളെ സൂക്ഷിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രേതങ്ങളെ സൂക്ഷിക്കാം. ഒരു വിസിലുമായി ഒട്ടകത്തെ തിരിഞ്ഞു നോക്കാതെ അവൻ സവാരി ചെയ്യുന്നു. നിങ്ങളിപ്പോൾ ഔദ്യോഗികമായി നിങ്ങളുടേതാണ്. നിങ്ങളുടെ കോമ്പസ് നിങ്ങൾ പരിശോധിക്കുന്നു. അത് അലസമായി ദിശയില്ലാതെ കറങ്ങുന്നു. ആൻഡൺ ഒരു സൺ കോമ്പസ് പുറത്തെടുത്ത് അത് നിരത്തി എന്തോ പെറുപെറുക്കുന്നു. ഒരു പുതിയ തലക്കെട്ട് അടയാളപ്പെടുത്തുന്നു. നിങ്ങൾ അവരെ പിന്തുടരുന്നു. ഇവിടെ കാറ്റ് കൂടുതൽ ഭാരമുള്ളതാണ്. കൂടുതൽ ശക്തമല്ല, കൂടുതൽ കട്ടിയുള്ളത്. വെള്ളത്തിലൂടെ നടക്കുന്നത് പോലെയാണ്. സന്ധ്യ വരെ നിങ്ങൾ സഞ്ചരിക്കുന്നു. സെർസുരയുടെ ഒരു സൂചനയുമില്ല. പക്ഷികളില്ല, മരിപ്പച്ചകളില്ല. ധാരാളം മണലും നിങ്ങളുടെ സ്വന്തം സംശയങ്ങളും അവ ശബ്ദങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങുന്നു. രാത്രിയാകുമ്പോൾ നിങ്ങൾ ഒരു ചന്ദ്രക്കല്ലി ആകൃതിയിലുള്ള മണൽക്കുന്നിൻ്റെ നിഴലിൽ തമ്പടിക്കുന്നു. റൈക്സ് വിറയ്ക്കുന്നു. തൻ്റെ നോട്ട്ബുക്കിൽ എഴുതുന്നു. ദൂരത്ത് നിന്നൊരു വെള്ളിമിന്നൽ കണ്ടതായി അദ്ദേഹം അവകാശപ്പെടുന്നു. ചക്രവാളം ഉരുകുന്നതിന് തൊട്ടുമുമ്പ് മിനുക്കിയ കല്ലുപോലെ. നിങ്ങളത് കണ്ടില്ല, പക്ഷേ നിങ്ങളത് തള്ളിക്കളയാൻ അത്ര പെട്ടെന്ന് ആഗ്രഹിക്കുന്നില്ല. ഇനി മുതൽ നിങ്ങൾ വെള്ളം തിളപ്പിക്കുന്നു. തീയതികൾ പങ്കിടുന്നു. എല്ലാം സാധാരണയാണെന്ന് നടിക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ട് നിങ്ങളത് കേൾക്കുന്നു. കല്ലിലെ നഖങ്ങൾ പോലെ താളാത്മകമായ ഒരു മൃദുവായ ക്ലിക്ക് 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 ശബ്ദം. എല്ലാവരും മരക്കുന്നു. നിങ്ങൾ നിൽക്കുന്നു. ഒന്നുമില്ല. പിന്നെയും വീണ്ടും ക്ലിക്ക് ക്ലിക്ക് ക്ലിക്ക്. സൽമ നിങ്ങളുടെ അരികിൽ ഉറച്ചു നിൽക്കുന്നു. അവൾ മുകളിലേക്ക് ചൂണ്ടുന്നു. മുകളിൽ ഒരുമിച്ചു കൂടുന്ന നക്ഷത്രങ്ങളിൽ ചെറിയ കറുത്ത രൂപങ്ങൾ സന്ധ്യയ്ക്കെതിരെ പറക്കുന്നു. പക്ഷികൾ. അവ അസ്വാഭാവികമായി ചലിക്കുന്നു. ക്യാമ്പിനെ ചുറ്റിപ്പറ്റി കയ്യെത്താത്ത ദൂരത്ത്. റൈക്സ് മുകളിലേക്ക് നോക്കുന്നു, വിറയ്ക്കുന്നു. അവർ യഥാർത്ഥമാണോ? നിങ്ങൾ മന്ത്രിക്കുന്നു. സൽമ വിഴുങ്ങുന്നു. അവർ ഇവിടെ നിന്നുള്ളവരല്ല. ആ രാത്രി ആരും ഉറങ്ങുന്നില്ല. എപ്പോഴോ ആൻഡൺ ഉറക്കത്തിൽ പിറുപിറുക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ അടുത്തു ചാഞ്ഞ് അവനൊരു വാക്ക് ആവർത്തിക്കുന്നത് കേൾക്കുന്നു. ഷബ്ബാർ. അതിൻ്റെ അർത്ഥമെന്താണെന്ന് നിങ്ങൾക്കറിയില്ല. സൽമയ്ക്കും അറിയില്ല.
അവനെ ഉണർത്തേണ്ടതില്ലെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു. അടുത്ത ദിവസം കൂടുതൽ ചൂടാണ്. എങ്ങനെയോ അസാധാരണമായ ചൂട്. ആൻഡൻ്റെ കോമ്പസിൻ്റെയും റൈക്സിൻ്റെ കുടലിനെയും പിന്തുടർന്ന് നിങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു. 4 മണിക്കൂറിന് ശേഷം നിങ്ങളൊരു കുന്നിൻ മുകളിലേക്ക് കയറി ഒരു വരണ്ട വാടിയിലേക്ക്, ഭൂമിയിൽ ആഴത്തിൽ കുത്തിയെടുത്ത പഴയ നദീതടത്തിലേക്ക് നോക്കുന്നതായി നിങ്ങൾ കണ്ടെത്തുന്നു. നിങ്ങൾ പതുക്കെ താഴേക്ക് ഇറങ്ങുന്നു. അയഞ്ഞ കല്ലുകളിൽ ബൂട്ടുകൾ തെന്നി മാറുന്നു. അടിത്തട്ടിൽ നിങ്ങളിൽ ആരും പ്രതീക്ഷിക്കാത്തൊന്ന് കിടക്കുന്നു. ഒരു ക്യാമ്പ്. കീറിയ ടെൻറ്റുകൾ, തകർന്നതും പകുതി മണലിൽ പൊതിഞ്ഞതും, തുരുമ്പിച്ച ഒരു റൈഫിൾ, ഫ്രഞ്ച് അക്ഷരങ്ങളുള്ള തകർന്ന പെട്ടികൾ. ഒരു ഞെട്ടലോടെ നിങ്ങൾ തിരിച്ചറിയുന്നു, ഒരാൾ മുമ്പിവിടെ വന്നിട്ടുണ്ട്. ഒരുപക്ഷേ പതിറ്റാണ്ടുകൾക്ക് മുമ്പ്. നിങ്ങൾ അവശിഷ്ടങ്ങളിലൂടെ കടന്നുപോകുന്നു. ഒരു കത്തിയ ഡയറി കണ്ടെത്തുന്നു. ചാരത്തെപ്പോലെ പൊട്ടുന്നു. മിക്ക മഷിയും മങ്ങി. പക്ഷെ ഒരു വരി കട്ടിയുള്ളതും ഭ്രാന്തുമായ സ്പർശങ്ങളിൽ ആവർത്തിക്കുന്നു. സെർസുറ നിങ്ങളിലൂടെ കാണുന്നു. ആന്റൺ ഒരു മെഡാലിയൻ കണ്ടെത്തുന്നു. അപരിചിതമായൊരു ചിഹ്നം കൊത്തുവച്ച ഒരു വെള്ളി പെൻഡന്റ്. അവൻ അതിൽ തൊടുമ്പോൾ അവൻ കുറച്ചു നിമിഷത്തേക്ക് നിശ്ചലനായി മണലിലേക്ക് നോക്കുന്നു. പിന്നെ പെട്ടെന്ന് സാധാരണ നിലയിലേക്ക് മടങ്ങി വിറയ്ക്കുന്ന കൈകളുടെ മെഡാലിയൻ പോക്കറ്റിൽ വെക്കുന്നു. നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. നിങ്ങളെല്ലാവരും കണ്ടു. ഒരു നിമിഷത്തേക്ക് അവൻ്റെ കണ്ണിലെ കൃഷ്ണമണികൾ അപ്രത്യക്ഷമായി. റെയ്ക്സ് ഭ്രാന്തനാകുന്നു. അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, ഞങ്ങൾ അടുത്താണ്, ഞങ്ങൾ വളരെ അടുത്താണ്, എനിക്കത് അനുഭവിക്കാം. അവൻ പറഞ്ഞത് ശരിയാണ്. കാരണം അന്ന് വൈകുന്നേരം സൂര്യൻ്റെ അവസാന കിരണങ്ങൾ ഉരുകിയ വിരലുകൾ പോലെ മണൽക്കൂനുകളിലൂടെ നീളുമ്പോൾ നിങ്ങൾ ദൂരെ എന്തോ കാണുന്നു. ഒരു മരീചികയല്ല, എന്തോ ഖരമായത്, എന്തോ വെളുത്തത്. നിങ്ങളുടെ കണ്ണട ഉയർത്തുന്നു, കണ്ണ് ചിമ്മുന്നു. അതാ ഒരു മണൽക്കൂനയുടെ മുകളിലൂടെ എത്തിനോക്കുന്നൊരു വാസ്തുവിദ്യാശകലം. മിനുസവും തിളക്കമുള്ളതും ചുറ്റുമുള്ള മണലിൽ അസാമാന്യമായി വൃത്തിയുള്ളതുമായ ഒരു വെളുത്ത ശിഖരം. നിങ്ങളുടെ ഹൃദയം ശക്തമായി ചലിക്കുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ടറിയാം, നിങ്ങളുടെ സ്വന്തം കണ്ണുകളെപ്പോലും സംശയിക്കാൻ ആവശ്യമായ തന്ത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നിട്ടും റെയ്ക്സ് അതിലേക്ക് ഓടാൻ തുടങ്ങുന്നു. നടക്കുകയല്ല, ഓടുന്നു, ആർപ്പു വിളിക്കുന്നു, ചിരിക്കുന്നു. നിങ്ങളും മറ്റുള്ളവരും പിന്തുടരുന്നു. അഡ്രിനാലിൻ സംശയങ്ങളെ കത്തിക്കുന്നു. പക്ഷെ നിങ്ങൾ മണൽക്കൂനയുടെ കൊടുമുടിയിലെത്തുമ്പോൾ അത് പോയി. മണൽ മാത്രം. കാറ്റു കുത്തുന്നു. വായു തെറ്റാണെന്ന് തോന്നുന്നു. ആന്റൺ നിലവിളിക്കുന്നു. നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ കോമ്പസിലേക്ക് നോക്കുന്നത് കണ്ടെത്തുന്നു. അത് ടിക്ക് ചെയ്യുന്നു, ഉച്ചത്തിൽ. കോമ്പസ് ടിക്ക് ചെയ്യുന്നില്ല. അവൻ മന്ത്രിക്കുന്നു. സൽമ ഒന്നും പറയുന്നില്ല. അവൾ അത് അവനിൽ നിന്നെടുത്ത് ചെവിയിൽ വെച്ച് നോക്കുന്നു. പിന്നെ അവൾ അത് താഴെയിടുന്നു. അത് ഗ്ലാസ് പോലെ പൊട്ടുന്നു. നിങ്ങളെല്ലാവരും നിശബ്ദരായി നിൽക്കുന്നു. ആ രാത്രിയിൽ തീ കത്തിക്കുന്നില്ല. നക്ഷത്രങ്ങൾ വളരെ അടുത്താണ്. നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുമ്പോഴെല്ലാം നിങ്ങൾ ആ വെളുത്ത ഗോപുരം കാണുന്നു. നിങ്ങൾ ആശ്ചര്യപ്പെടാൻ തുടങ്ങുന്നു. മിക്കവാറും സെർസൂര തിരയുന്നവർക്ക് അത് ദൃശ്യമാവില്ലായിരിക്കാം. നിങ്ങൾ ഇതിനകം വഴിതെറ്റിയിരിക്കുമ്പോൾ മാത്രമേ അത് ദൃശ്യമാവൂ. സെർസുറ നിങ്ങളിലൂടെ കാണുന്നു. രാവിലെ ആയപ്പോഴേക്കും നിങ്ങളുടെ ബൂട്ടിന് താഴെ മണൽ വ്യത്യസ്തമായി അനുഭവപ്പെടുന്നു. മണ്ണിനേക്കാൾ കുറച്ച് ഫാബ്രിക് പോലെ നീങ്ങുന്ന, വലിയുന്ന, അസ്വാഭാവികമായ പോലെയുള്ള ഒരു തരം മണ്ണ്. വായു മന്ദമായി മുരളുന്നു. ഉറക്കത്തിൽ ഭൂമിക്കടിയിൽ എന്തോ ഒന്ന് കറങ്ങുന്നതുപോലെ. നിങ്ങളിപ്പോൾ പതുക്കെ നടക്കുന്നു. എല്ലാവരും അങ്ങനെ ചെയ്യുന്നു. ഒട്ടകങ്ങൾ പോലും. സാധാരണയായി നിങ്ങൾ മനുഷ്യന്റെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാത്തവ ഇന്ന് മടിയോടെ നീങ്ങുന്നു. നിങ്ങൾ കാണാത്ത എന്തോ അവ കണ്ടെത്തിയതുപോലെ എപ്പോഴും വിശാലമായിരുന്നു. എന്നാൽ ഇന്ന് അത് ജീവനുള്ളതായി തോന്നുന്നു. ശത്രുതാപരമല്ല, വെറും ബോധമുള്ളതുപോലെ. നിങ്ങൾ മറ്റൊരു ചരിവിലേക്കിറങ്ങുമ്പോൾ മുന്നിലുള്ള മണൽക്കൂനുകൾ സൗമ്യമായ കേന്ദ്രീകൃത ചുഴികളായി ക്രമീകരിച്ചിരിക്കുന്നതായി കണ്ടെത്തുന്നു. ഒരു കല്ല് ഉപേക്ഷിച്ച അലകൾ പോലെ. അത് സ്വാഭാവികമല്ല. റെയ്ക്സ് പിറുപിറുക്കാൻ തുടങ്ങുന്നു. ആ പാറ്റേൺ സ്കെച്ച് ചെയ്യുന്നു.
അതൊരു സിഗ്നലാണെന്ന്, ഒരു ദിശാസൂചന ഗ്ലിഫാണെന്ന് അദ്ദേഹം തറപ്പിച്ചു പറയുന്നു. സൽമ ഒരു പുരികമുയർത്തുന്നു. അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ്. നിങ്ങൾ മുന്നോട്ടു പോകുന്നു. സൂര്യൻ സാധാരണ വരണ്ട, കണ്ണിൽ നീർ വരുന്ന തരത്തിലല്ല, മറിച്ച് ഒരു ഈറൻ പറ്റിപ്പിടിക്കുന്ന ചൂടാണ്. നിങ്ങളുടെ വസ്ത്രങ്ങളിൽ പറ്റിപ്പിടിച്ച് നിങ്ങളുടെ മൂക്കിൽ ലോഹത്തിൻ്റെയും കറുവാപ്പട്ടയുടെയും മണം നിറയ്ക്കുന്നു. മയക്കുന്നൊരു ചൂട്. ആന്റൺ മൂളാൻ തുടങ്ങുന്നു. മൃദുവായ, ഈണമില്ലാത്ത ശബ്ദം അവൻ്റെ ശ്വാസത്തിനടിയിൽ. നിങ്ങൾ അവൻ്റെ പേര് വിളിക്കുന്നു. അവൻ നിർത്തുന്നില്ല. നിങ്ങൾ അവൻ്റെ മുഖത്തിന് മുന്നിൽ കൈവീശുന്നു. ഒരു പ്രതികരണവുമില്ല. റേക്സ് അവൻ്റെ കോളറിൽ പിടിച്ച് ശക്തിയായി കുലുക്കിയപ്പോഴാണ് അതിൽ നിന്ന് പുറത്തു വരുന്നത്. ക്ഷമിക്കണം, എനിക്ക് ആരോ പാടുന്നത് കേട്ടതായി തോന്നി. ആരും ചിരിക്കുന്നില്ല. പകരം ഇനി മുതൽ ആരും ഒറ്റയ്ക്ക് നടക്കരുത് എന്ന് നിങ്ങൾ ഉറക്കെ പറയേണ്ടതില്ലാതെ സമ്മതിക്കുന്നു. പിന്നെ കുറച്ചുകൂടി വിചിത്രമായ കാര്യം സംഭവിക്കുന്നു. നിങ്ങളൊരു മണൽക്കൂനിൻ്റെ മുകളിലെത്തുമ്പോൾ ഒരു കൂട്ടം കാൽപ്പാടുകൾ കാണുന്നു. പുതിയവ, മനുഷ്യൻ, നഗ്നപാദം. അവ ഒരു മണൽക്കൂനിൽ കയറി മറ്റൊന്നിലൂടെ ഇറങ്ങി പിന്നെ താഴേക്ക് പോയി അടുത്ത വരിമ്പിൽ അപ്രത്യക്ഷമാകുന്നു. നിങ്ങൾ സ്വാഭാവികമായും പിന്തുടരുന്നു. കാരണം നിങ്ങൾക്ക് എങ്ങനെ അത് ചെയ്യാതിരിക്കാൻ കഴിയും? ഇവിടെ കാൽപ്പാടുകളെന്ന് പറഞ്ഞാൽ മനുഷ്യനാണ്. മനുഷ്യരെന്ന് പറഞ്ഞാൽ സെർസുറയാവാം. പക്ഷേ വരിമ്പിലെത്തുമ്പോൾ ഒന്നുമില്ല, കൂടുതൽ മണൽ മാത്രം. ആന്റൺ ട്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. റേക്സ് അടുത്ത ചരിവിൻ്റെ പകുതി ദൂരം പിന്നോട്ടു പോകുന്നു. സൽമ പിന്നിലേക്ക് തൂങ്ങിക്കിടക്കുന്നു. കാറ്റില്ല, അവൾ പറയുന്നു. അപ്പോൾ നിങ്ങൾ മുഖം ചുളിക്കുന്നു. അവൾ നിങ്ങളുടെ പിന്നിലുള്ള കാൽപ്പാടുകളിലേക്ക് ആംഗ്യങ്ങാരിക്കുന്നു. ഇപ്പോഴും അവിടെ തന്നെയുണ്ട്, അമർത്തിയ കളിമണ്ണ് പോലെ വ്യക്തമായി. കാറ്റില്ലെങ്കിൽ എന്തുകൊണ്ട് മണൽക്കൂനുകൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് അവൾ മെല്ലെ പറയുന്നു. അത് സത്യമാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള പ്രദേശം വളയാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ പിന്നിലുണ്ടായിരുന്ന കുന്നുകളിപ്പോൾ മുന്നിലാണ്. ഇപ്പോൾ അല്പം പടിഞ്ഞാറോട്ടായിരിക്കേണ്ട സൂര്യൻ നേരെ മുകളിൽ തൂങ്ങി നിൽക്കുന്നത് പോലെ തോന്നുന്നു. നിങ്ങളുടെ വെള്ളത്തിൻ്റെ സപ്ലൈ കുറഞ്ഞു വരുന്നു. നിങ്ങളൊരു പക്ഷിയെയോ പ്രാണിയെയോ അല്ലെങ്കിൽ ഒരു മരുഭൂമി പുല്ലിനെയോ പോലും ഈ ദിവസം കണ്ടിട്ടില്ല. പിന്നെ പടിയുടെ മുകളിൽ വച്ച് നിങ്ങൾക്കത് അനുഭവപ്പെടുന്നു. കാലിനടിയിലൊരു മാറ്റം. നിങ്ങൾ മരവിക്കുന്നു. നിങ്ങളുടെ ബൂട്ടിന് താഴെ മണൽ വഴുകുന്നു. ഒരു കുഴിയല്ല, പൂഴിമണലല്ല, പൊള്ളയായ എന്തോ ഒന്ന് നിങ്ങളുടെ കൈകൾ കൊണ്ട് കുഴിക്കുന്നു. നിങ്ങളുടെ വിരലുകൾ എന്തെങ്കിലും ശക്തമായി തട്ടുന്നതുവരെ നേർത്തതും ചൂടുമുള്ളതുമായ തണങ്ങൾ തുടച്ചുമാറ്റുന്നു. കല്ല്. ഇല്ല, വെറും കല്ലല്ല, ടൈല്. കൊത്തിയത്. നിങ്ങൾ കൂടുതൽ തുടച്ചുമാറ്റുന്നു. ചിഹ്നങ്ങൾ. പ്രസരിക്കുന്ന വരകളുള്ള ഒരു വൃത്തം. തൂവലുകളുള്ളൊരു ഷെയ്പ്പ്. റേക്സ് നിങ്ങളുടെ അരികിൽ മുട്ടുകുത്തി നിൽക്കുന്നു. കൃഷ്ണമണികൾ വികസിച്ചു. അദ്ദേഹം വേഗത്തിൽ കുഴിക്കുന്നു. മണ്ണടിഞ്ഞ ഒരു കോർട്ട്യാർഡിൻ്റെ അരികുപോലെ എന്തോ കാണിക്കുന്നു. ആന്റൺ ശ്വാസം മുട്ടി അതിൽ ചേരുന്നു. സൽമ അനങ്ങുന്നില്ല. അവൾ പൂർണ്ണമായി നിശ്ചലയായി. മുഖം തിരിച്ച് കത്തിയുടെ മുനപ്പിൽ കൈവച്ചിരിക്കുന്നു. എനിക്കവയെ കേൾക്കാം, അവൾ മന്ത്രിക്കുന്നു. നിങ്ങൾ കാതുകൂർപ്പിക്കുന്നു. ഒന്നുമില്ല. ഭൂമിക്കടിയിൽ ദീപായുമായി ഒരു കല്ലുവാതിൽ തുറക്കുന്നതുപോലെ ഒരു ശബ്ദം. പിന്നെ മറ്റൊന്ന്. പിന്നെ മൂന്നാമത്തേത്. പെട്ടെന്ന് കാറ്റ് ശക്തിയാകുന്നു. അതിശക്തമായി, ചൂടായ, തിരശ്ചീനമായി. റേസറുകൾ പോലെ മണൽ വഹിച്ചുകൊണ്ടത് നിങ്ങളെ കടന്നുപോകുന്നു. നിങ്ങളെല്ലാവരും അടുത്തുള്ള പാറക്കൂട്ടത്തിനു പിന്നിൽ അഭയം തേടുന്നു. നിങ്ങളുടെ ടെന്റ് തകരുന്നു. ഒരു ഒട്ടകം അതിൻ്റെ കെട്ടുപൊട്ടിച്ച് കരഞ്ഞുകൊണ്ട് കൊടുങ്കാറ്റിലേക്ക് ഓടിപ്പോകുന്നു. നിങ്ങൾ പാറയിൽ പിടിച്ച് അത് കടന്നുപോകാൻ കാത്തിരിക്കുന്നു. 10 മിനിറ്റ്, പിന്നെ 20. ഒടുവിൽ അത് മരിക്കുമ്പോൾ നിശബ്ദത കൂടുതൽ മോശമാണ്. നിങ്ങളുടെ ചെവികൾ മുഴങ്ങുന്നു. നിങ്ങളുടെ കണ്ണുകൾ കുത്തുന്നു. നിങ്ങളുടെ കൈകൾ ചോരയൊലിക്കുന്നു. ഇപ്പോൾ ഒരു കാലത്ത് മിനുസമുള്ള മരുഭൂമി നിലമുണ്ടായിരുന്നിടത്ത് പുതിയെന്തോ ഒന്ന് നിൽക്കുന്നു. ഒരു കമാനം. പകുതി കുഴിച്ചിട്ടിരിക്കുന്നു. അസ്ഥി പോലെ വെളുത്തതും തിളങ്ങുന്നതുമാണ്
വളരെ മിനുസമുള്ള കല്ലുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പ്രാദേശികമല്ലാത്തത്ര പ്രതിഫലിക്കുന്ന ഒരു കമാനം. അതിൻ്റെ അരികിൽ കൂടുതൽ തൂവലുകളുള്ള ചിഹ്നങ്ങളാണ് കൊത്തിയെടുക്കുന്നത്. പക്ഷേ പക്ഷികൾ അല്ലെങ്കിൽ ചിറകുകൾ നിങ്ങൾക്കറിയില്ല. റൈക്സ് മുന്നോട്ട് ചുവടുവെക്കുന്നു. ഇല്ല, സൽമ പറഞ്ഞു. നമ്മൾ അതിലൂടെ പോകരുത്. റൈക്സ് അവളെ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ കേൾക്കേണ്ടെന്ന് തീരുമാനിക്കുന്നു. അയാൾ കമാനത്തിനടിയിലൂടെ നടന്ന് അപ്പുറത്തുള്ള മണൽ നിറഞ്ഞ വഴിയിലേക്ക് അപ്രത്യക്ഷനാകുന്നു. നിങ്ങൾ പിന്തുടരുന്നു. കാരണം മറ്റെന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക? ഇടനാഴി വേഗത്തിൽ ചുരുങ്ങുന്നു. താഴേക്ക് വളയുന്നു. വായു തണുക്കുന്നു. മധുരവും ചീഞ്ഞതുമായ എന്തോ ഒന്നുകൊണ്ട് മങ്ങിയ സുഗന്ധം പരത്തുന്നു. നിങ്ങളുടെ ബൂട്ടുകൾ ടൈല് ചെയ്ത തറകളിൽ മുട്ടുന്നു. കറുത്ത ടൈലുകൾ, മിനുസമുള്ളവ, പ്രതിഫലിക്കുന്ന ഒബ്സീഡിയൻ കണ്ണാടികളിൽ നടക്കുന്നതുപോലെയാണ് നിങ്ങൾക്കനുഭവപ്പെടുന്നത്. ചുമരുകൾ കൊത്തുപണികളാൽ മൂടപ്പെട്ടിരിക്കുന്നു. ചിലത് പരിചയമുള്ളത്, മറ്റു ചിലത് അല്ലാത്തതും. ആൻറ്റോൺ ഗ്ലിഫുകളുടെ ഒരു വരിയിലൂടെ വിരലുകൾ ഓടിച്ച് വിളറി വേർക്കുന്നു. അവർ പുരാതന ഈജിപ്ഷ്യൻ അല്ല, അവർ ബെർബർ പോലുമല്ല. ഇതു മറ്റൊന്നാണ്. റൈക്സ് നിർത്തുന്നില്ല. അവൻ നിങ്ങളെ ഒരു വൃത്താകൃതിയിലുള്ള അറയിലേക്ക് നയിക്കുന്നു. വിശാലമായ, താഴികക്കുടമുള്ളതായ, മുകളിൽ നിന്ന് ഒരു പ്രകാശത്തിൻ്റെ അക്ഷം പ്രകാശിപ്പിച്ചിരിക്കുന്ന അറ. അതിനു ഉറവിടമില്ലെന്ന് തോന്നുന്നു. മധ്യത്തിൽ ഒരു പീഠം. അതിൽ ഒരു ഗ്ലാസ് ഗോളം. ഓർബിനുള്ളിൽ ഒരു വെളുത്ത തൂവൻ സൗമ്യമായി മെല്ലെ തിരിഞ്ഞുകൊണ്ട് നിൽക്കുന്നു. റൈക്സ് അതിനുവേണ്ടി എത്തുന്നു. സൽമ അവളുടെ കത്തിയെടുക്കുന്നു. വേണ്ട. പക്ഷേ ആ തടസ്സം വളരെ വൈകി. അവൻ്റെ വിരലുകൾ ഓർബിന് ചുറ്റുമടയുന്നു. തക്ഷണം എല്ലാം മാറുന്നു. മുറി ഇരുണ്ടുപോകുന്നു. വളരെ തണുത്തത്. നിങ്ങളുടെ താഴെയുള്ള തറ മാറുകയും ഞെരങ്ങുകയും ചെയ്യുന്നു. ടൈലുകൾ പൊട്ടാൻ തുടങ്ങുന്നു. താഴെ തിളങ്ങുന്ന നീലമണൽ വെളിവാകുന്നു. റൈക്സ് നിലവിളിക്കുന്നു. പക്ഷെ വേദന കൊണ്ടല്ല, ആനന്ദത്തിൽ നിന്ന്. എനിക്കത് കാണാം. അവൻ അലറുന്നു. എനിക്ക് സെർസുറയെ കാണാം. ഓർബ് തകർന്നു. ഒരു പ്രകാശസ്പന്ദനം നിങ്ങളെ പിന്നിലേക്ക് തെറിപ്പിക്കുന്നു. നിങ്ങൾ ചുമരിൽ ശക്തമായി ഇടിക്കുന്നു. തല കറങ്ങുന്നു. ദിശ ആകെ തെറ്റുന്നു. നിങ്ങൾ നിൽക്കുമ്പോൾ റൈക്സ് അപ്രത്യക്ഷനായി. പീഠവും അതുപോലെ തന്നെ. ഇപ്പോൾ അറ ശൂന്യമാണ്. തൂവലുകൾ ഒഴികെ. ആയിരക്കണക്കിന് ചെറിയ തൂവലുകൾ മഞ്ഞുപോലെ പതുക്കെ താഴേക്ക് ഒഴുകി നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു ശബ്ദവും. മനുഷ്യനല്ല, മൃഗമല്ല. നിങ്ങളുടെ പേര് മന്ത്രിക്കുന്നു. നിങ്ങൾ പുറത്തേക്ക് നടന്നത് ഓർക്കുന്നില്ല. നിങ്ങൾ ചാരം പോലെ വീഴുന്ന തൂവലുകളുള്ള ചേമ്പറിലാണ്. അടുത്ത നിമിഷം നിങ്ങൾ പുറത്തു നിൽക്കുകയാണ്, അതേ ആർച്ച് നോക്കി. പക്ഷേ ഇപ്പോഴത് നിങ്ങളുടെ മുന്നിലല്ല, പിന്നിലാണ്. കാട്ട് പൂർണ്ണമായും നിലച്ചു. മരുഭൂമി നിശ്ചലമാണ്. വായു പോലും മരവിച്ചതായി തോന്നുന്നു. റൈക്സിനെ എവിടെയും കാണാനില്ല. ആന്റൺ നിങ്ങളുടെ അരികിൽ സ്തംഭിച്ചു നിൽക്കുന്നു. ഒരു പേടിസ്വപ്നത്തിൽ നിന്നുണർന്നതുപോലെ കണ്ണു ചിമ്മുന്നു. അവന്റെ കൈകൾ വിറയ്ക്കുന്നു. ഒരു ഉള്ളംകൈ ചുവന്നു പൊട്ടിയിരിക്കുന്നു. ഒരു പക്ഷേ അവൻ ചുമരിൽ തട്ടിയതാവാം. സൽമ അവസാനമായി പുറത്തു വരുന്നു. നിശബ്ദയും വിടർന്ന കണ്ണുകളുമായി അവളുടെ ബ്ലേഡ് ഇപ്പോഴും മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളെല്ലാവരും പരസ്പരം നോക്കുന്നു. എന്താണ് സംഭവിച്ചത്? നിങ്ങൾ ചോദിക്കുന്നു. സൽമ മറുപടി പറയുന്നില്ല. അവൾ ശ്രദ്ധിച്ചു കേൾക്കുകയാണ്. തലചെരിച്ച് കണ്ണുകൾ ചുരുക്കി. എന്നിട്ട് നിങ്ങളും അത് കേൾക്കുന്നു. ശബ്ദങ്ങൾ മണലിലൂടെ മന്ദമായി ദൂരെ നിന്ന് മന്ത്രിക്കുന്നു. നിങ്ങൾക്ക് വാക്കുകൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ശബ്ദത്തിന്റെ ടോൺ മാത്രം അടിയന്തരമായ, ആകർഷിക്കുന്ന. റൈക്സ്, നിങ്ങൾ ആശ്ചര്യപ്പെടുന്നു. പക്ഷേ ഇല്ല, അത് അവനല്ല. അതൊരു ശബ്ദമല്ല. അത് പലതാണ്. പാളികളായി വേർപിരിഞ്ഞാണ് കേൾക്കുന്നത്. ആന്റൺ പതുക്കെ തിരിഞ്ഞു വൃത്താകൃതിയിലുള്ള ചക്രവളം നോക്കുന്നു. നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ? നിങ്ങൾ കണ്ണു ചിമ്മുന്നു. മങ്ങിയ വെളിച്ചത്തിൽ മണൽക്കുന്നുകൾ സൂക്ഷ്മമായി മാറുന്നു. അവയുടെ അരുകുകൾ ഇപ്പോൾ കുന്നുകൾ പോലെയല്ല, കൂനിയ രൂപങ്ങൾ പോലെയാണ് കാണുന്നത്. മണലിൽ നിന്നുയരുന്ന തോളുകൾ പോലെ. നിങ്ങൾ വീണ്ടും കണ്ണു ചിമ്മുന്നു. അവ വെറും മണൽക്കൂനകളാണ്. അവ എപ്പോഴും അങ്ങനെ മാത്രമായിരുന്നുവെന്ന് നിങ്ങൾ സ്വയം പറയുന്നു.
രാത്രി വരുമ്പോൾ തണുപ്പ് പെട്ടെന്ന് ആരംഭിക്കുന്നു. കമാനത്തിനരികെ തമ്പടിക്കാൻ ആരും നിർദ്ദേശിക്കുന്നില്ല. നിങ്ങൾ യാത്ര നിർത്തുന്നതിനു മുൻപ് നിങ്ങൾ 1 മൈൽ നടക്കണം. നിങ്ങൾ അങ്ങനെ താമസ സ്ഥലത്തേക്ക് നീങ്ങുന്നു. അത് പാറക്കെട്ടുകളാൽ ചുറ്റപ്പെട്ട ഒരു ചെറിയ താഴ്വരയിലാണ്. അത് കുറച്ചു മറ നൽകുന്നു. നിങ്ങളൊരു ചെറിയ തീ ഉണ്ടാക്കുന്നു. കടിയേറ്റത്തിനെ തുരത്താൻ ആവശ്യമായ ചൂട്. ആരും അധികം സംസാരിക്കുന്നില്ല. ആന്റൺ അവന്റെ കോമ്പസ് എടുക്കുന്നു. അത് ശരിയാക്കാൻ ശ്രമിക്കുന്നു. എന്നിരുന്നാലും അതിപ്പോഴും ഒരു കാർണിവൽ ചക്രം പോലെ അലസമായി കറങ്ങുന്നു. സൽമ ഒടുവിൽ ശബ്ദം താഴ്ത്തി പറയുന്നു, അവൻ മരിച്ചിട്ടില്ല റൈക്സ്. നിനക്കെങ്ങനെ അറിയാം? നിങ്ങൾ ചോദിക്കുന്നു. അവൾ തീയിലേക്ക് തുറിച്ചു നോക്കുന്നു. കാരണം മറ്റൊന്നുണ്ട്, അത് അവന്റെ സ്ഥാനത്ത് വന്നു. അത് സംഭാഷണമില്ലാതാക്കുന്നു. ആ രാത്രി പിന്നീട് മറ്റുള്ളവർ തീയുടെ വെളിച്ചത്തിൽ മയങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഉറങ്ങാതെ നിശബ്ദതയിലേക്ക് കാതുകൂർത്ത് ശ്രദ്ധിച്ചിരുന്നു. നിങ്ങൾ ഏതാണ്ട് ഉറക്കത്തിലേക്ക് വഴുതി വീഴാറായിരുന്നു. നിങ്ങളുടെ പിന്നിൽ നിന്നൊരു മൃദുവായ ശബ്ദം കേട്ടതുവരെ നിങ്ങൾ എഴുന്നേറ്റിരുന്നു. തീയുടെ വെളിച്ചത്തിനപ്പുറത്തൊരു രൂപം നിൽക്കുന്നു, അനക്കമില്ലാതെ നോക്കിക്കൊണ്ട്. റൈക്സ് അല്ല, വളരെ ഉയരമുണ്ട്. തീയുടെ വെളിച്ചം അതിന്റെ മുഖത്തുള്ള എന്തോ ലോഹവസ്തുവിന്റെ അരികിൽ തട്ടുന്നു. ഒരു മാസ്കോ, ഹെൽമറ്റോ. നിങ്ങൾ കണ്ണു ചിമ്മുന്നു. അത് അപ്രത്യക്ഷമായി. നിങ്ങൾ മറ്റുള്ളവരെ ഉണർത്തുന്നു, പക്ഷെ അവർക്ക് യാതൊരു കാൽപ്പാടുകളും കണ്ടെത്താൻ കഴിഞ്ഞില്ല, നിങ്ങളുടേതുപോലും. മരുഭൂമി നിങ്ങൾ ഒരിക്കലും ഇവിടെ ഉണ്ടായിരുന്നു എന്ന് മറക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. രാവിലെ സൂര്യൻ വൈകി ഉദിക്കുന്നു, വളരെ വൈകി. നിങ്ങൾ നിങ്ങളുടെ വാച്ച് ചെക്ക് ചെയ്യുന്നു. അത് രാവിലെ 9:42 എന്ന് കാണിക്കുന്നു. സൂര്യൻ ചക്രവളത്തിന് തൊട്ടുമുകളിൽ ഇരിക്കുന്നു. അത് തകർന്നിരിക്കുന്നു എന്ന് ആന്റൺ പൊറുപുറുക്കുന്നു. അതിൽ തട്ടി. എന്നിരുന്നാലും അവൻ സ്വന്തം കാര്യം പരിശോധിക്കുന്നു. അതേസമയം നിങ്ങൾ ദിശാബോധം നേടാൻ ഏറ്റവും അടുത്ത മണൽക്കൂനയിൽ കയറുന്നു. അപ്പോഴാണ് നിങ്ങളത് കാണുന്നത്. ദൂരെ താഴെ താഴ്വരയിൽ സ്ട്രക്ചറുകൾ, വെള്ള ചുമരുകൾ, കമാനാകൃതിയിലുള്ള ജനലുകൾ, ഉയർന്നു നിൽക്കുന്ന ഈന്തപ്പനകൾ. ഷെർഷൂറ, നിങ്ങൾ ആദ്യം ഒന്നും പറയുന്നില്ല. മുമ്പത്തെ മരീചികകളെപ്പോലെ അത് മിന്നിമറയുകയോ അപ്രത്യക്ഷമാകുകയോ ചെയ്യുന്നതുവരെ കാത്തിരുന്നു. കുറച്ചു സമയം നോക്കി നിന്നു. പക്ഷേ അതങ്ങനെ തന്നെ തുടരുന്നു. സൽമ മണൽക്കൂനയിൽ നിങ്ങളോടൊപ്പം ചേരുന്നു. അവളുടെ ശ്വാസം പിടിച്ചു. അത് യാഥാർത്ഥ്യമാണ് എന്ന് നിങ്ങൾ പലതും പിറുപിറുക്കുന്നു. എന്നാൽ അവൾ അതിനൊന്നും പ്രതികരിക്കുന്നില്ല. അടുത്ത് ആന്റൺ വരുന്നു. ഇത് മനോഹരമാണ്. ഉറങ്ങുന്ന ഒരു ദൈവത്തെ സമീപിക്കുന്നതുപോലെ നിങ്ങളെല്ലാവരും മണൽക്കൂനയിൽ നിന്ന് പതുക്കെ ഇറങ്ങുന്നു. അടുത്തെത്തുമ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നു. അലങ്കൃത കുത്തുപണികൾ, താഴികക്കുടങ്ങളുള്ള മേൽക്കൂരകൾ, പാറയിൽ നിർമ്മിച്ച പടികൾ. വെള്ളവുമുണ്ട്. മണലിലൂടെ ഒഴുകുന്ന ഒരിടുങ്ങിയ അരുവി. ഈ കാലാവസ്ഥയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഞാങ്ങണകളും തിളങ്ങുന്ന പൂക്കളും കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്നു. ചെറിയതും വെളുത്തതും കറുത്തതുമായ പക്ഷികൾ ഈന്തപ്പന്നകൾക്കും മേൽക്കൂരകൾക്കുമിടയിൽ പറന്നു നടക്കുന്നു, മൃദുവായി ചിലയ്ക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നു, ഇത് ദിവസങ്ങളുടെ ഇടവേളയിൽ നിങ്ങൾ കേൾക്കുന്ന ആദ്യത്തെ പ്രകൃതിദത്ത ശബ്ദമാണിത്. ഇത് ശാന്തമാണ്, വളരെ ശാന്തമാണ്. ആളുകളില്ല, അനക്കമില്ല. നിങ്ങൾ പുറത്തെ മതിൽ എത്തി ഗേറ്റ് തുറന്നു കിടക്കുന്നതായി കാണുന്നു. അകത്ത് തിരിവുകൾ വൃത്തിയാണ്, അടിച്ചുവാരിയതുപോലെ. വാതിൽപ്പടികളിൽ മൺപാത്രങ്ങൾ അനക്കമില്ലാതെ ഇരിക്കുന്നു. ഒരു പാത്രം ചായ ഇപ്പോഴും ചൂടുള്ള കരിക്കട്ടകളിൽ തിളയ്ക്കുന്നു. പക്ഷേ ഒരാളെയും കാണുന്നില്ല. എല്ലാവരും എവിടെ? ആന്റൺ മൃദുവായി പറഞ്ഞു. സൽമ നെറ്റിചുളിഞ്ഞു. ഒരുപക്ഷെ അവർ ഉറങ്ങുകയാവാം. അവളത് ഒരു തമാശ പോലെ പറഞ്ഞു. പക്ഷേ ആരും ചിരിച്ചില്ല. നിങ്ങൾ ശ്രദ്ധാപൂർവം പിരിഞ്ഞ് അവിടത്തെ കൽപ്പാകിയ പ്രധാന പൊതുസ്ഥലങ്ങൾ പര്യവേക്ഷിക്കുന്നു. തെളിഞ്ഞ വെള്ളം നിറഞ്ഞ ഒരു മധ്യജലധാരയുണ്ട്. സൗമ്യമായി കുമിളകൾ ഒഴുകുന്നു. അതിനു ചുറ്റും ബെഞ്ചുകളും മാർക്കറ്റുകളും, എല്ലാം ഉപേക്ഷിച്ചതും അടുത്തൊന്നും തൊടാഞ്ഞിരിക്കുന്നതുപോലെ കിടക്കുന്നു. ഒരു ഫ്രൂട്ട് സ്റ്റാൻഡിൽ പഴുത്ത അത്തിപ്പഴങ്ങളും പ്ലം പോലെ കാണുന്ന എന്തോ ഒന്ന് കാണാം. പക്ഷേ നിങ്ങളൊന്ന് തൊടുമ്പോൾ അത് പൊടിയായി വീഴുന്നു. നിങ്ങൾ പോകുന്ന എല്ലാ വീടുകളും പൂട്ടിയിട്ടില്ല. എല്ലാ കിടക്കുകളും ഒരുക്കിയിരിക്കുന്നു. എല്ലാ തീയും താഴുന്നതാണ്, പക്ഷേ ഇപ്പോഴും ചൂടുണ്ട്. ആരോ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരുപക്ഷെ ഇപ്പോഴും ഉണ്ടായിരിക്കാം. ഒരു ചുമരിൽ നിങ്ങൾക്കൊരു ചുമർ ചിത്രം കാണാം. മങ്ങിയതും പുരാതനവുമായതും എന്നാൽ എങ്ങനെയോ പരിചിതവുമായതും. ഒരു വെളുത്ത നഗരത്തിനു മുകളിൽ വട്ടമിട്ട് പറക്കുന്ന ഒരു കൂട്ടം പക്ഷികളെ അതിൽ കാണാം. അവയ്ക്കു താഴെ തൂവൽ വസ്ത്രങ്ങളുള്ള മുഖം മൂടി ധരിച്ച രൂപങ്ങൾ, ആകാശത്തേക്ക് നീട്ടിയ കൈകൾ, അവരുടെ കാലുകൾ. ആളുകൾ ഉറങ്ങുന്നു. ചിലർ സമാധാനപരമായി ചുരുണ്ടിരിക്കുന്നു.
മറ്റു ചിലർ വളച്ചൊടിച്ച അസ്വസ്ഥമായ പോസുകളിൽ. സൽമ അരികിലൂടെ വിരലുകൾ ഓടിക്കുന്നു. ഈ സ്ഥലം പവിത്രമാണ്. ആർക്ക്? ആൻഡൻ ചോദിക്കുന്നു. അവൾ തോളുകൾ കുലുക്കുന്നു. ഒരുപക്ഷെ നമുക്ക് തന്നെ. നിങ്ങൾ ഉറത്തിൻ്റെ അടുത്തേക്ക് വീണ്ടും ഒത്തുകൂരുന്നു. അപ്പോഴാണ് നിങ്ങൾ അത് കേൾക്കുന്നത്. ഒരു മന്ത്രണം. ഇത്തവണ അത് കാറ്റിനാൽ കൊണ്ടുപോകുന്നതല്ല. അത് താഴെ നിന്ന് വരുന്നു. നിങ്ങളെല്ലാവരും മരവിക്കുന്നു. നിങ്ങളുടെ കാലിനടിയിലെ കല്ല് വളരെ ചെറുതായി വൈബ്രേറ്റ് ചെയ്യുന്നു, ഒരു വിദൂര ഹൃദയമിടിപ്പ് പോലെ. നിങ്ങൾ കുനിഞ്ഞു നിൽക്കുന്നു. നിങ്ങളുടെ കൈപ്പത്തി ടൈലുകളിൽ വയ്ക്കുക. തമ്പ് തമ്പ്. സൽമ മന്ത്രിക്കുന്നു. നമ്മൾ പോകണം. ആൻഡൻ തലയാട്ടുന്നു. നമ്മളിപ്പോൾ ഇവിടെ എത്തിയതേ ഉള്ളൂ. അവൾ നിങ്ങളെ നോക്കുന്നു. ഈ സ്ഥലം നമ്മളെ കാത്തിരിക്കുന്നില്ല. അത് ശ്വാസം അടക്കി പിടിച്ചിരിക്കുന്നു. നിങ്ങൾ മുകളിലേക്ക് നോക്കുന്നു. പക്ഷികൾ, അവയെല്ലാം ഇപ്പോൾ നിങ്ങളെ നോക്കി നിശബ്ദമായിരിക്കുന്നു. ഇമ്മ വെട്ടാതെ, ചിലയ്ക്കാതെ, വെറുതെ കാത്തിരിക്കുന്നു. നിങ്ങൾ അവിടെ നിന്നും ഓടുന്നില്ല. ഇതുവരെ ഓടിയില്ല. ഓടി മറിയുക എന്നത് വളരെ എളുപ്പമായിരിക്കും, വളരെ ബുദ്ധിപരവുമാണ്. എന്നാൽ നിങ്ങൾ പതുക്കെ നടന്ന് അടുത്ത് ആരും ഇതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത ഒരു കെട്ടിടത്തിലേക്ക് പോകുന്നു. ഒരു ലൈബ്രറി, അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു ക്ഷേത്രം. അതിൻ്റെ മുൻഭാഗം കൂടുതൽ പക്ഷികൾ, എപ്പോഴും പക്ഷികൾ, നക്ഷത്രങ്ങളെയും കണ്ണുകളെയും പോലെയുള്ള ചിഹ്നങ്ങൾ കൊത്തിയെടുത്തിരിക്കുന്നു. ആൻഡൻ വളരെ അടുത്ത് പിന്തുടരുന്നു. കയ്യിലൊരു മാപ്പിൻ്റെ കേസ്, പിറുപിറുക്കുന്ന സമവാക്യങ്ങൾ. സൽമ നിങ്ങളെ രണ്ടുപേരെയും പിന്തുടരുന്നു. പകുതി വരച്ച ബ്ലേഡ്. നിങ്ങൾ അവിടേക്ക് അടുക്കുംതോറും എല്ലാവരും കൂടുതൽ നിശബ്ദരാവുന്നു. നിങ്ങളുടെ കാൽപ്പാടുകൾ പോലും നിശബ്ദമായി ചലിക്കുന്നു. സിർസുർ അതിനുള്ളിൽ ശബ്ദമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നതുപോലെ. വാതിൽ ഒരു വാതിലല്ല, അതൊരു ആർച്ചാണ്. വീതിയും മനോഹരവുമാണ്. വിജാഗിരിയില്ല, പൂട്ടില്ല. പുറത്ത് കാറ്റടിച്ചിട്ടും നിശ്ചലമായി തൂങ്ങിക്കിടക്കുന്ന നെയ്തെടുത്ത തുണികൊണ്ട് പൊതിഞ്ഞ ഒരു ദ്വാരം. നിങ്ങൾ കടന്നുപോകുമ്പോൾ പെട്ടെന്ന് താപനില കുറയുന്നു. അകത്ത് കല്ലിൻ്റെ തൂണുകളും ഗ്ലാസ് പോലെ തോന്നുന്ന എന്തോ കൊണ്ട് ചുറ്റപ്പെട്ട ഒരു നീണ്ട ഇടനാഴി മുന്നോട്ട് നീണ്ടുകിടക്കുന്നു. മുകളിൽ നിന്ന് വെളിച്ചം അരിച്ചിറങ്ങുന്നു. പക്ഷെ ജനാലകളൊന്നുമില്ല, ടോർച്ചുകളില്ല, തീയുമില്ല. തറ അസ്ഥി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. മനുഷ്യൻ്റേതല്ല. വളരെ കട്ടിയുള്ളതും മിനുസനുമായതുമാണ് കൂടെ. മൃഗമോ, ഒരുപക്ഷെ പക്ഷിയോ, ഒട്ടകപ്പക്ഷിയോ? പെലിക്കൻ, ആൻഡൻ മന്ത്രിക്കുന്നു. ആദരവുള്ള വിരലുകളാൽ ഒന്ന് തൊട്ടു. ഇവ പെലിക്കൻ അസ്ഥികളാണ്. എന്തുകൊണ്ട് പെലിക്കൻ? നിങ്ങൾ പെറുപിറുക്കുന്നു. എന്തുകൊണ്ട് ഇവിടെ? സൽമ കൗണ്ടർ ചോദിക്കുന്നു. ഇടനാഴിയുടെ അറ്റത്തൊരു ഗേറ്റുണ്ട്. പക്ഷെ വെറും ഒരു ഗേറ്റ് മാത്രമല്ല, അസ്ഥികൂട ഗേറ്റ്. മരുഭൂമിയിലെ കഥകളിൽ അത് മന്ത്രിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. കാണാതെ പോയ അലഞ്ഞു തിരിയുന്നവരുടെ അസ്ഥികളിൽ നിന്ന് നിർമ്മിച്ച ഒരു പ്രവേശന കവാടം. വെളുത്തതും മിനുസപ്പെട്ടതും സ്വർണം പോലുള്ള എന്തോ ഒന്നുകൊണ്ട് സംയോജിപ്പിച്ചതും. അത് യഥാർത്ഥമെന്ന് നിങ്ങൾ വിശ്വസിച്ചില്ല. പക്ഷെ അതവിടെ ഉണ്ട്. ഉയരവും ഇടുങ്ങിയതും, ഒരു മനുഷ്യനേക്കാൾ വലുതായി ഒന്നിനും കടന്നുപോകാൻ കഴിയാത്തത്ര ഇടുങ്ങിയതുമാണ്. ആർച്ചൽപ്പം ഒരു തിളക്കത്തോടെ കാണപ്പെടുന്നു. അകത്തുനിന്ന് വെളിച്ചം വീശുന്നതുപോലെ. ഈ ഘടന നിർമ്മിക്കുമ്പോൾ ഓരോ കശേരുക്കളും വാരിയെല്ലുകളും കൊത്തിവെച്ചിട്ടുണ്ട്. വെളിച്ചമില്ലാത്ത സീലിങ്ങിന് കീഴിൽ എണ്ണ പോലെ തിളങ്ങുന്ന ചെറുതും കൃത്യവുമായ കൊത്തുപണികൾ. റെയ്ക്സ് സന്തോഷത്താൽ പ്രകമ്പനം ചെയ്യുമായിരുന്നു. നിങ്ങളപ്പോൾ അതിലൂടെ കിടക്കുന്നില്ല. പകരം നിങ്ങളെല്ലാവരും മുഴിയിൽ ചുറ്റിത്തിരിയുന്നു, തിരക്കുന്നു. പിൻഭാഗത്തെ ഭിത്തിയിൽ നിങ്ങൾക്കൊരു പലക കാണാം. ചതുരാകൃതിയിലുള്ളത്, വിണ്ടുകീറിയത്. അതിൻ്റെ ഉപരിതലം നിറയെ എഴുത്തുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കൊത്തിവെച്ചതല്ല, മറിച്ച് ആഴത്തിലുള്ള കത്തിച്ച ചുവന്ന നിറത്തിൽ വരച്ചതാണ്. സൽമ പതുക്കെ ഉറക്കെ വായിക്കുന്നു. ഗേറ്റിലൂടെ കടന്നുപോകുന്നവർ സ്വന്തം തൊലി ഉപേക്ഷിക്കുന്നതിന് തുല്യമാണ്. പക്ഷികൾ നിങ്ങളുടെ മുഖം ഓർക്കും, പക്ഷേ കാറ്റോർക്കുന്നില്ല. അതിലൂടെ കടന്നുപോകുന്നവർ 3 പേരുകൾ മറക്കണം. സ്വന്തം പേര്, അവരുടെ ദൈവത്തിൻ്റെ പേര്, പിന്നെ സൂര്യൻ്റെ പേര്. ഓ, അത് ആശ്വാസകരമാണ്, ആൻഡൻ പെറുപിറുക്കുന്നു. നിങ്ങൾ ഗേറ്റിൻ്റെ അരികിലൂടെ നിങ്ങളുടെ വിരലുകൾ ഓടിക്കുന്നു. അത് നിങ്ങളുടെ സ്പർശത്തിന് കീഴിൽ നേരിയ സ്പന്ദനങ്ങൾ നൽകുന്നു.
ഒരു താഴ്ന്ന മുഴക്കം തുടരുന്നു. പിന്നെ ഒരു ഹിസ് ശബ്ദം. ഗേറ്റിനപ്പുറത്തു നിന്ന് എന്തോ മണക്കുന്നു. സൽമയുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് മിന്നിമറയുന്നു. നമ്മളിപ്പോൾ തിരിച്ചു പോകണം, ഈ സ്ഥലം മറക്കണം. എന്നാൽ നിങ്ങളുടെ വിരലുകൾ ഗേറ്റ് വിടുന്നില്ല. നിങ്ങൾ വലിക്കപ്പെട്ടതുപോലെ തോന്നുന്നു. കൃത്യമായി വലിച്ചിട്ടില്ല. ആ ഗേറ്റ് നിങ്ങളെ അകത്തേക്ക് ക്ഷണിക്കുകയാണ്. പിന്നെ ഗേറ്റ് തുറക്കുന്നു. അസ്ഥികൾ പിന്നോട്ട് ഒടിയുന്നതുപോലുള്ള ശബ്ദത്തോടെ. നിങ്ങൾ അങ്ങോട്ട് പോകാൻ മടിക്കുന്നു. ആൻഡൺ അനങ്ങാതെ നിൽക്കുന്നു. ശേഷം അവൻ ഒരു വാക്കുപോലും പറയാതെ തിരിഞ്ഞു നോക്കാതെ കടന്നുപോകുന്നു. അവന്റെ രൂപം ഒരു നിമിഷം മിന്നിമറയുന്നു. പിന്നീട് ഇരുട്ടിലേക്ക് അപ്രത്യക്ഷമാകുന്നു. നിങ്ങളും സൽമയും മുഖാമുഖം നോക്കുന്നു. അവളൊന്ന് തലയാട്ടുന്നു. നിങ്ങൾ പിന്തുടരുന്നു. നിങ്ങൾ കടന്നുപോകുന്ന നിമിഷം എല്ലാം മാറുന്നു. വായു സിറപ്പ് പോലെ കട്ടിയാകുന്നു. പ്രകാശം അസ്വാഭാവികമായി നീണ്ടു നിൽക്കുന്നു. രൂപങ്ങളില്ലാത്തിടത്ത് നിഴലുകൾ സൃഷ്ടിക്കുന്നു. നിങ്ങളുടെ കൈകാലുകൾ മന്ദഗതിയിലായതായി തോന്നുന്നു. ശബ്ദങ്ങൾ പ്രതിധ്വനിക്കുന്നത് നിങ്ങളുടെ ചുറ്റുപാടിൽ നിന്നല്ല, നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ്. നിങ്ങളുടെ അമ്മയുടെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുവെന്ന് നിങ്ങൾ സത്യം ചെയ്യുന്നു. ഒരു അധ്യാപകന്റെ ചിരി, മരിച്ചുപോയ ഒരു സുഹൃത്ത്. ഈ സ്ഥലത്തിന് നിങ്ങളെ അറിയാം. അത് നിങ്ങളെ ഓർമ്മിക്കുന്നു. മുന്നിൽ ആന്റൺ ഒരു വിശാലമായ വൃത്താകൃതിയിലുള്ള അറയിൽ നിൽക്കുന്നു. ചുമരുകൾ കണ്ണാടി പാനലുകളാൽ മൂടപ്പെട്ടിരിക്കുന്നു. എന്നിരുന്നാലും അവ വെളുത്ത മൂടൽമഞ്ഞിനെ മാത്രമേ പ്രതിഫലിപ്പിക്കുന്നുള്ളൂ. നടുവിൽ ഒരു കുളം കിടക്കുന്നു, നിശ്ചലമായി, കറുത്തതായി, അടിഭാഗം കാണാനാവാത്തത്ര ആഴമുള്ളതാണ്. അതിനു മുകളിൽ വായുവിൽ പതുക്കെ കറങ്ങുന്ന തൂവലുകളുടെ ഒരു വളയം തൂങ്ങിക്കിടക്കുന്നു. അത് വീഴുന്നില്ല, അതവിടെ തന്നെ നിൽക്കുന്നു. നീ ആന്റണിന്റെ അരികിലേക്ക് കാലെടുത്തു വയ്ക്കുന്നു. അവൻ വീണ്ടും മന്ത്രിക്കുന്നു. അതിനുള്ളിലാണ് എന്നവൻ പറയുന്നു. എന്താണ്? അവൻ കുളത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. സെർസുറ. വിളറിയ മുഖം, പക്ഷേ നിശ്ചലമായ സൽമയും ചേരുന്നു. ഇതൊരു നഗരമല്ല. നീ തലയാട്ടുന്നു. ഇതൊരു മനസ്സാണ്. കുളം അലയടുക്കുന്നു. പിന്നെ അതിൽ നിന്ന് എന്തോ ഒന്ന് ഉയർന്നു വരുന്നു. ഒരു വ്യക്തിയല്ല, ഒരു പക്ഷിയല്ല, അതിനിടയിലുള്ള എന്തോ ഒന്ന്. അതിൻ്റെ രൂപം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു. ചിറകുകൾ, കൈകാലുകൾ, കൊക്കുകൾ, വിരലുകൾ, എല്ലായിടത്തും കണ്ണുകൾ. അതിൻ്റെ മുഖംമൂടി സവിശേഷതയില്ലാത്തതും സ്വർണ്ണനിറമുള്ളതും അസാധ്യമായി മിനുസമുള്ളതുമാണ്. എന്നിട്ടും അത് നിങ്ങളെ തുറിച്ചു നോക്കുന്നതായി നിങ്ങൾക്ക് തോന്നുന്നു. ഒരു വസ്തു നിങ്ങളോട് സംസാരിക്കുന്നു, പക്ഷെ ഉച്ചത്തിലല്ല. അതിൻ്റെ വാക്കുകൾ നിങ്ങളുടെ തലയോട്ടിയിലെത്തുന്നു. നിങ്ങളുടെ കണ്ണുകൾക്ക് പിറകിലെ ചൂടുപോലെ അനുഭവപ്പെടുന്നു. നിങ്ങൾ തെറ്റായ പേരുകൾ വഹിക്കുന്നു. നിങ്ങളുടെ നാവ് വരണ്ടുപോകുന്നു. സൽമർ ആദ്യം സംസാരിക്കുന്നു. നീ എന്താണ്? വസ്തു ഉത്തരം നൽകുന്നില്ല. പകരം അതൊരു നീണ്ട കൈ ഉയർത്തി നിങ്ങളെ നേരെ വിരൽ ചൂണ്ടുന്നു. പെട്ടെന്ന് നിങ്ങൾ ഇനി ആ ചേംബറിലല്ല. നിങ്ങൾ കൈറോയിലാണ്. പക്ഷെ നിങ്ങൾക്കറിയുന്ന കൈറോ അല്ല. എല്ലാം തെറ്റാണ്. അവരുരുകുന്നു. വളച്ചൊടിക്കപ്പെട്ടു. തെരുവുകൾ മുകളിലേക്ക് വളയുന്നു. കെട്ടിടങ്ങൾ ശ്വസിക്കുന്നു. രാത്രിക്കും തീയ്ക്കുമിടയിൽ ആകാശം മിന്നിമറയുന്നു. റൈക്സ് അവിടെയുണ്ട്. എല്ലാത്തിനും നടുവിൽ നിൽക്കുന്നു, പുഞ്ചിരിക്കുന്നു. പക്ഷെ പൂർണ്ണമായി റൈക്സ് അല്ല. അവൻ്റെ കണ്ണുകൾ വളരെ വലുതാണ്. അവൻ്റെ പുഞ്ചിരി വളരെ വലുതാണ്. അവൻ വായ തുറക്കുന്നു. 1000 പക്ഷികൾ നിലവിളിക്കുന്നു. അപ്പോൾ ദർശനം അവസാനിക്കുന്നു. നിങ്ങൾ വീണ്ടും ചേംബറിൽ ശ്വാസം മുട്ടുന്നു. സൽമ നിങ്ങളെ വലിച്ചുയർത്തുന്നു. നമ്മൾ പോകുന്നു. ആന്റൺ അനങ്ങുന്നില്ല. അവൻ ഭ്രമിച്ചിരിക്കുന്നു. അവൻ ചോദിക്കാൻ ധൈര്യപ്പെടാത്ത എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാ ഉത്തരങ്ങളും ഉള്ളതുപോലെ കുളത്തിലേക്ക് നോക്കുന്നു. നീ അവനെ പിടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ വളരെ വൈകി. അവൻ അകത്തേക്ക് കയറുന്നു. കുളം അലയെടുക്കുന്നു. അവനെ സ്വീകരിക്കുന്നു. അവൻ നിലവിളിക്കുന്നില്ല. അവൻ മങ്ങുന്നു. നിങ്ങളുടെ മുകളിലുള്ള തൂവലുകൾ കറങ്ങുന്നത് നിർത്തുന്നു. ജീവി അതിൻ്റെ കൈ താഴ്ത്തുന്നു. ഒന്ന് കടന്നുപോയി. നിങ്ങളും സൽമയും പിന്നോട്ടു പോകുന്നു. ഇപ്പോൾ വാക്കുകളില്ല, സഹജബുദ്ധി മാത്രം. നിങ്ങൾ അവിടെ നിന്റെ അസ്ഥിക്കൂട്ട ഗേറ്റിലൂടെ തിരിച്ചോടുന്നു. അസ്ഥികളുടെ ഹാളിലൂടെ തിരിച്ച്, അന്ധതയോടുകൂടിയ കത്തുന്ന സൂര്യനിലേക്ക് തിരിച്ച്. നിങ്ങൾ ഇനി പിന്നോട്ട് നോക്കുന്നില്ല. നിങ്ങൾ മന്ത്രിക്കലികൾ കേൾക്കുന്നില്ല. നിങ്ങൾ ഓടുകയാണ്. എത്ര ദൂരം ഓടിയെന്ന് നിങ്ങൾക്കോർമ്മയില്ല. സിർസുരയുടെ വെളുത്ത മതിലുകൾ മണൽക്കൂനുകൾക്ക് പിന്നിൽ അപ്രത്യക്ഷമായതിനു ശേഷവും മരുഭൂമി വീണ്ടും ചക്രവാളത്തെ വിഴുങ്ങിയതിനു ശേഷവും നിങ്ങൾ ഇപ്പോഴും ഓടുകയാണ് എന്ന് മാത്രമേ അറിയൂ. നിങ്ങളുടെ കാലുകൾ വേദനിക്കുന്നു. തൊണ്ട പൊള്ളുന്നു. ആകാശം ഒരിക്കൽ
ഒരു ഉജ്ജ്വലമായ ക്യാൻവാസ് ഇപ്പോൾ വെളുത്തതും ചലനരഹിതവുമായി തോന്നുന്നു. എങ്ങനെ മാറ്റണമെന്ന് മറന്നുപോയ ഒരു പഴയ ഫോട്ടോ പോലെ. സൽമ ഒടുവിൽ നിൽക്കുന്നു. ശരിക്കും തകർന്നു. നിങ്ങൾ അവളുടെ അരികിൽ വീഴുന്നു. രണ്ടുപേരും വെയില് പൊള്ളിയേറ്റ്. ആന്റണിന്റെ ഒരു ലക്ഷണവുമില്ല. റൈക്സിന്റെ ഒരു ലക്ഷണവുമില്ല. അവരുടെ കാൽപ്പാടുകൾ പോലുമില്ല. നിങ്ങളുടേതു മാത്രം. കാറ്റല്ലാത്ത എന്തോ ഒന്ന് അവയെ മായ്ക്കുന്നതുപോലെ തോന്നിക്കുന്ന ലൂപ്പുകളിൽ പിന്നിലായി. നിങ്ങൾ മണലിലിരുന്നു. ശ്വാസം മുട്ടി. യഥാർത്ഥ മരുഭൂമിയിലേക്ക് തിരിച്ചെത്തിയെന്ന് സ്വയം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. പക്ഷേ ഇപ്പോൾ അത് വ്യത്യസ്തമാണ്. വെളിച്ചം വളയുന്നത് വിധവും നിങ്ങളുടെ നിഴൽ നിങ്ങളുടെ മനസ്സുമായി അല്പം പൊരുത്തക്കേട് കാണിക്കുന്നതായും കാണുന്നു. മരുഭൂമി ശൂന്യമല്ല, അത് നിരീക്ഷിക്കുകയാണ്. ആ വൈകുന്നേരം നിങ്ങളൊരു ചെറിയ ഇടനാഴി കണ്ടെത്തി അവിടെ തമ്പടിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും ദീർഘനേരം സംസാരിക്കുന്നില്ല. ക്യാൻറ്റീനുകളിൽ നിന്ന് കുടിക്കുന്നു. തീതികൾ പങ്കിടുന്നു. ആകാശത്തെ കുറ്റുനോക്കുന്നു. പിന്നെ മുന്നറിയിപ്പില്ലാതെ സൽമ നിൽക്കുന്നു. കുറച്ചടി അകലെ നടക്കുന്നു. മണലിൽ പകുതി കുഴിച്ചിട്ട എന്തോ ഒന്നിനെ അവൾ ഉറ്റുനോക്കുന്നു. നിങ്ങൾ അവളോടൊപ്പം ചേരുന്നു. അതൊരു പുസ്തകമാണ്. വെണ്ടിക്കേറിയ തുകലിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. തലക്കെട്ട് പൊടിയും സൂര്യനും പകുതി മായച്ചിരിക്കുന്നു. അവൾ മണലിൽ നിന്ന് ഉരിഞ്ഞ് തുറക്കുന്നു. അകത്ത് സെർസുരയുടെ സ്കെച്ചുകൾ. നിങ്ങൾ അകത്തെ കവറിലേക്ക് തിരിയുന്നു. ഹാമിൽട്ടൺ റേക്സ് എന്ന പേര് ശ്രദ്ധാപൂർവം മഷിയിൽ എഴുതിയിരിക്കുന്നു. തീയതി 1922. അദ്ദേഹം മുൻപിവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ മന്ത്രിക്കുന്നു. 1 വർഷം മുമ്പ്. സൽമ നെറ്റിച്ചുളിക്കുന്നു. പിന്നെ നമ്മൾ ആരെയാണ് മരുഭൂമിയിലേക്ക് പിന്തുടർന്നത്? നിങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയില്ല. കാരണം ഇപ്പോഴും നിങ്ങൾ പേജുകൾ ഓരോന്നായി മറിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നു. ഈ പുസ്തകം യാദൃച്ഛികമായി ഉപേക്ഷിച്ചതല്ല, അത് നട്ടുപിടിപ്പിച്ചതാണ്. ആരോ അല്ലെങ്കിൽ എന്തോ നിങ്ങളത് കണ്ടെത്തണമെന്നാഗ്രഹിക്കുന്നതുപോലെ. നിങ്ങൾ അവസാനത്തെ പേജിലേക്ക് മറിക്കുന്നു. 2 വാക്കുകൾ. തിരികെ പോകുക. നിങ്ങൾ പുസ്തകത്തെ തീയിലെറിയുന്നു. അത് കത്തുന്നില്ല. അത് മൂങ്ങുന്നു, ചുരുങ്ങുന്നു, പിന്നെ ചുവന്ന പുകയുടെ ഒരു പുകയിൽ അപ്രത്യക്ഷമാകുന്നു. നിങ്ങളും സൽമയും അതിനെക്കുറിച്ച് വീണ്ടും സംസാരിക്കുന്നില്ല. നിങ്ങൾ മാറി മാറി ഉറങ്ങുന്നു. രാവിലെ മരുഭൂമി വീണ്ടും വ്യത്യസ്തമാണ്. മണൽക്കൂനുകൾ ഇപ്പോൾ മൂർച്ചയുള്ള കൂണുകളുണ്ടാക്കുന്നു. അസ്വാഭാവിക ജാമിതികൾ. ഒന്നൊരു പടിക്കെട്ട് പോലെ ഉയരുന്നു. മറ്റൊന്ന് സ്വയം വളയുന്നു. ഒരു ചന്ദ്രക്കലയാകൃതിയിലുള്ള ഗർത്തമുണ്ടാക്കുന്നു. സർപ്പിളമായി അടുക്കിയിരിക്കുന്ന കറുത്ത കല്ലുകളുടെ ഒരു കൂമ്പാരം നിങ്ങൾ കടന്നുപോകുന്നു. അവയ്ക്ക് സമീപം കാൽപ്പാടുകളില്ല. വിശദീകരണമില്ല. നിങ്ങൾ മുന്നോട്ടു പോകുമ്പോൾ വിചിത്രമായ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങുന്നു. സൽമ തന്റെ ക്യാൻറ്റീൻ തുറന്ന് വെള്ളത്തിനു പകരം ഒരു പിടി കല്ലുകൾ ഒഴിക്കുന്നു. നിങ്ങൾ കണ്ണു ചുമിക്കുന്നു. അത് വെള്ളമാണ്. ഉച്ചയോടെ നിങ്ങളൊരു പരന്ന പാറയുടെ അരികിൽ നിവർന്നു നിൽക്കുന്ന ഒരു അസ്ഥികൂടം കാണുന്നു. അസ്ഥികൾ നല്ലതും മിനുസപ്പെടുത്തിയതും ശ്രദ്ധാപൂർവം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നതുമാണ്. സൂക്ഷിക്കപ്പെട്ടവരോ അല്ലെങ്കിൽ ഭക്തിയുള്ളവരോ സ്ഥാപിച്ചതുപോലെ. അതിൻ്റെ തലയോട് പടിഞ്ഞാറോട്ട് അഭിമുഖമാണ്. അതിൻ്റെ മടിയിൽ ഒരു തുരുമ്പിച്ച കണ്ണാടിയും. നിങ്ങളുടെ പ്രതിബിംബത്തിന് പകരം നിങ്ങളൊരു നഗരം കാണുന്നു. വെള്ളതാഴികട്ടുടമുകളുള്ള നഗരം. മഞ്ഞുപോലെ വീഴുന്ന തൂവലുകൾ. എല്ലാ വെടുക്കുകളിലും പക്ഷികളിരിക്കുന്നു. മധ്യത്തിൽ ആന്റൺ ഒരു മുറ്റത്തിൽ നിന്ന് പുഞ്ചിരിക്കുന്നു. നിങ്ങൾ കണ്ണാടി താഴെയിടുന്നു. അത് പൊട്ടുന്നില്ല. സൽമ അതെടുത്ത് അതിലേക്ക് നോക്കുന്നു. നിശബ്ദമായി തുണിയിൽ പൊതിലുന്നു. നിങ്ങളിലാരും നിങ്ങൾ കണ്ടത് പറയുന്നില്ല. പകരം നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഭൂപടങ്ങൾ ഇപ്പോൾ ഉപയോഗശൂന്യമാണ്. സൂര്യൻ ഇനി ചലിക്കുന്നില്ല. കോമ്പസ് പൂർണ്ണമായും കറങ്ങുന്നത് നിർത്തി. അത് ശാന്തമായ ബോധ്യത്തോടെ തെക്കോട്ട് ചൂണ്ടുന്നു. ഒടുവിൽ മനസ്സുറപ്പിച്ചതുപോലെ നിങ്ങളത് പിന്തുടരുന്നു. അപ്പോഴാണ് നിങ്ങളത് കാണുന്നത്. വളരെ മുന്നോട്ട് മണലിലും മൂടൽമഞ്ഞിലും പകുതി കുഴിച്ചിട്ടിരിക്കുന്ന ഒരു മതിൽ. സെർസുറയുടെ മതിലല്ല, ഇത് വ്യത്യസ്തമാണ്. അസംസ്കൃതം. താഴ്ന്നത് അസ്ഥിയും ഉരുകിയ ഗ്ലാസും പോലെ തോന്നിക്കുന്നവ കൊണ്ട് നിർമ്മിച്ചതാണ്. നിങ്ങൾ ജാഗ്രതയോടെ സമീപിക്കുന്നു. അതിൽ ഉൾച്ചേർത്തിരിക്കുന്നത് അറിയുന്ന വസ്തുക്കളാണ്. പുരാതന അവശിഷ്ടങ്ങളല്ല,
ആധുനിക വസ്തുക്കൾ, ഒരു റിസ്റ്റ് വാച്ച്, നിങ്ങളുടേതുപോലുള്ള ഒരു കോമ്പസ്, കീറിയ തുകൽ ബൂട്ട്, റെക്സിൻ്റെ ബൂട്ട്. നിങ്ങൾ അടുത്തേക്ക് ചാഞ്ഞു. അപ്പോഴാണത് കാണുന്നത്. ഒരു കണ്ണ് മതിലിൽ ഉൾച്ചേർത്തിരിക്കുന്നു, തുറന്നിരിക്കുന്നു, തുറിച്ചു നോക്കുന്നു, ജീവനോടെ. നിങ്ങൾ പിന്നിലേക്കിടറി വീഴുന്നു. സൽമ നിങ്ങളെ പിടികൂടുന്നു, മന്ത്രിക്കുന്നു, അധിക നേരം നോക്കരുത് എന്ന്. അവൾ ശരിയാണ്. കാരണം ഇതൊരു മതിലല്ല, ഇതൊരു ഭൂപടമാണ്. വരച്ചതല്ല, മറിച്ച് കുടുങ്ങിയ മാംസത്തിലും കലാസൃഷ്ടികളിലും കൊത്തിയെടുത്തതാണ്. ഇവിടെ വന്നിട്ടുള്ള എല്ലാ പര്യവേക്ഷകരുടെയും ഉപകരണങ്ങൾ, അവരുടെ അസ്ഥികൾ, അവരുടെ ഓർമ്മകൾ. സെർസുറ സന്ദർശകരെ സ്വാഗതം ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, അത് അവയെ നിലനിർത്തുന്നു, അവയിൽ നിന്ന് സ്വയം രൂപപ്പെടുകയും ചെയ്യുന്നു. സെർസുര ഒരു യഥാർത്ഥ സ്ഥലമായിരുന്നു, ആത്മീയ ഉണർവിൻ്റെ ഒരു രൂപകമായിരുന്നു, അതോ ദാഹവും ഭ്രാന്തിയും മൂലമുണ്ടാകുന്ന ഒരു ഭ്രമാത്മകതയാണോ എന്ന ചരിത്രകാരന്മാർ ഇപ്പോഴും വാദിക്കുന്നുണ്ട്. എന്നാൽ ആ ചോദ്യങ്ങൾ പോലും പ്രധാനമാണെന്ന് നിങ്ങൾക്കിപ്പോൾ ഉറപ്പില്ല. എന്നാൽ ഈ സ്ഥലം കഥകളിൽ ഊന്നി നിൽക്കുന്ന ഒരു വിശ്വാസമാണ്. നിങ്ങളത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്തോറും അത് നിങ്ങൾക്ക് കൂടുതൽ ശക്തി പ്രദാനം ചെയ്യുന്നു. സൽമ ഒരു വിരൽ കൊണ്ട് ചുമരിൽ തൊടുന്നു, കണ്ണുകൾ അടയ്ക്കുന്നു, മുത്തശ്ശിയുടെ നാവിൽ എന്തോ മന്ത്രിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും പിന്നോട്ടു പോകുന്നു. അപ്പോൾ മതിൽ തകരാൻ തുടങ്ങുന്നു. തകരുന്നില്ല, നനഞ്ഞ കടലാസുപോലെ സ്വയം മടക്കിക്കളിക്കുന്നു, നിശബ്ദത്തിൽ വേർപെടുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു വിടവ് തുറക്കുന്നു. അതിനപ്പുറം ഒരു പാത, വളഞ്ഞുപുളഞ്ഞ് നീളമുള്ള, എന്നാൽ സംശയമില്ലാതെ പുറത്തേക്ക് പോകുന്ന. നിങ്ങളതിലേക്കിറങ്ങാൻ മടിക്കുന്നു. ഇതൊരു തന്ത്രമാണോ, ഒരു മരീചികയാണോ? സൽമ കാത്തിരിക്കുന്നില്ല, അവൾ നടക്കുന്നു. നിങ്ങൾ പിന്തുടരുന്നു. സൽമ നിശബ്ദയായി നിങ്ങളുടെ അരികിലൂടെ നടക്കുന്നു. അവൾക്കെങ്ങനെയുണ്ടെന്ന് ചോദിക്കാതെ തന്നെ നിങ്ങൾക്ക് നന്നായി അറിയാം. നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഭാഷയ്ക്ക് അതീതരാണ്, വളരെ ക്ഷീണിതരാണ്. പ്രേതം ഒരു പേടിസ്വപ്നമാകണമെന്ന് പോലും തീരുമാനിക്കാൻ കഴിയാത്ത ഒരു സ്വപ്നത്തിലൂടെ ഒഴുകി നടക്കുന്നവരെ പോലെ. ഒരു ദിവസം കടന്നുപോകുന്നു, പക്ഷേ 2 ദിവസം. സമയം ഇനി പ്രവർത്തിക്കുന്നില്ല. നിങ്ങളുടെ വാച്ച് പിന്നിലേക്ക് നീങ്ങുന്നു. നക്ഷത്രങ്ങൾ ഉദിക്കേണ്ട സ്ഥലത്ത് ഉദിക്കുന്നില്ല. ഒരു ഘട്ടത്തിൽ ചന്ദ്രൻ ഉച്ചകഴിഞ്ഞ് വീർത്തും മഞ്ഞിയും ഒരു അസുഖമുള്ള പല്ലുപോലെ കാണപ്പെടുന്നു. നിങ്ങളത് ആരോടും പറയുന്നില്ല. പിന്നീട് 1 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ മുൻപ് കണ്ടതുപോലെ തോന്നിക്കുന്ന മുമ്പിലാതിരുന്ന എന്തോ ഒന്ന് നിങ്ങൾ മണൽക്കൂനിയുടെ മുകളിൽ കയറുമ്പോൾ കാണുന്നു. ഒരടയാളം കാണിക്കുന്ന സ്തംഭം, ഒരു മരം, മഴയും വെയിലുമേറ്റ് ശോഷിച്ചത്. വ്യക്തമായി നോക്കിയാൽ അതൊരു മനുഷ്യനിർമ്മിതമാണ്. അതിലൊരു എഴുത്തുമില്ല. മുകളിലൊരു കറുത്ത തൂവൽ നാണിയടിച്ചിരിക്കുന്നു. നിങ്ങൾ അതിലേക്ക് ഉറ്റുനോക്കുന്നു. സൽമ അടുത്തെത്തി തൂവൽ പറിച്ചെടുക്കുന്നു. അത് പൊടിഞ്ഞ് ചാരമായി മാറി. നിങ്ങൾ രണ്ടുപേരും അത് കേൾക്കുന്നു. വീണ്ടും ആ മന്ത്രിക്കുന്ന ശബ്ദം കേൾക്കുന്നു. പക്ഷേ ഇത്തവണ അത് 1000 ശബ്ദങ്ങളല്ല, അതൊരു ശബ്ദമാണ്. നിങ്ങളുടെ സ്വന്തം വാക്കുകൾ. ഞാൻ അപ്രത്യക്ഷമാകുന്നിടം ഇവിടെയാണ്. നിങ്ങൾ സംസാരിക്കുന്നില്ല, പക്ഷെ നിങ്ങൾ പറയാതെ തന്നെ ആ ശബ്ദം ആവർത്തിക്കുന്നു. നിങ്ങൾ സംസാരിക്കുന്നില്ല, നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് മറ്റെന്താണ് ചെയ്യാൻ കഴിയുക? പാത ഒരിടുങ്ങിയ കെന്യോണിലേക്ക് താഴുന്നു. കടും മഞ്ഞനിളമുള്ള കല്ലുകൾ കൊണ്ടുള്ള കുത്തനെയുള്ള ഭിത്തികൾ പെട്രോഗ്ലിഫുകൾ കൊണ്ട് കൊത്തിയിരിക്കുന്നു. വീണ്ടും പക്ഷികൾ, എപ്പോഴും പക്ഷികൾ. പക്ഷേ ഇപ്പോൾ അവ കഷ്ണങ്ങളായി, ശിഥിലമായി തകർന്ന് താഴേക്ക് വീഴുന്നു. നിങ്ങളുടെ നെഞ്ചിലെന്തോ മാറുന്നു. അത് പരിഭ്രാന്തിയോ ഭയമോ അല്ല, ദുഃഖം. നിങ്ങൾക്കെന്തോ നഷ്ടപ്പെട്ടുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. ആൻഡിൻ മാത്രമല്ല, റേക്സ് മാത്രമല്ല, പക്ഷെ നിങ്ങളും. നിങ്ങൾ നിൽക്കുന്നു. നിങ്ങളുടെ കൈ നെഞ്ചിലമർത്തുന്നു. നിങ്ങളുടെ മിഡിൽ നെയിം ഓർക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ വളർന്ന തെരുവ്, നിങ്ങളുടെ ആദ്യ അധ്യാപകൻ്റെ പേര്, പോയി, എല്ലാം മറന്നുപോയി. നിങ്ങൾ സൽമയോട് പറയുന്നില്ല. ഒരുപക്ഷെ അവൾ ഇതിനകം തന്നെ അവളുടെ പേരും മറന്നുപോയിരിക്കാമെന്ന് നിങ്ങൾ കരുതുന്നു. ഇടുക്കത്തിരു പരന്ന തടാകത്തിലേക്ക് തുറക്കുന്നു. അവിടെ മണൽ സന്ധിയിൽ മങ്ങിയതായി തിളങ്ങുന്നു. നീലയും വെള്ളയും ഗ്ലാസിനടിയിൽ കുടുങ്ങിയ നിലാപ്രലക്തനം പോലെ. അവിടെ എല്ലാറ്റിൻ്റെയും നടുക്കായി ഒരു കിണറുണ്ട്.
പുരാതനമല്ല, അത് ഉപേക്ഷിക്കപ്പെട്ടതുമല്ല, പുതിയതാണ്. ലോഹത്തിൻ്റെ ഒരു ബക്കറ്റ്, കയറിടുന്ന കപ്പി, നല്ല വൃത്തിയുള്ള കല്ലുകൾ. നിങ്ങൾ ഏറ്റവും അടുത്ത മാപ്പ് ചെയ്ത മരുഭൂമിയിൽ നിന്ന് 30 മൈൽ അകലെയാണ്. സൽമ ആദ്യം വരുന്നു, ബക്കറ്റ് താഴെയിടുന്നു. അടുത്ത റിപ്തിലേക്കെത്താൻ വളരെ സമയമെടുക്കും. നിങ്ങളും അത് കേൾക്കുന്നു. വെള്ളം തെറിക്കുന്നില്ല, മൃദുവായ ഒരടി മാത്രം. അവൾ ബക്കറ്റ് മുകളിലേക്ക് വലിക്കുന്നു. അകത്ത് വെള്ളമല്ല, പകരം ഒരു കണ്ണാടി. വളരെ ചെറുത്, കയ്യിൽ പിടിക്കുന്നത്, വിണ്ടുകീറിയത്. അവൾ പതുക്കെ അത് നിങ്ങളുടെ നേരെ തിരിക്കുന്നു. നിങ്ങളുടെ പ്രതിഫലനം മിന്നിമറയുന്നു. നിങ്ങൾ നടക്കുന്നു. വേഗത്തിലല്ല, ഉറപ്പോടെയുമല്ല, വെറുതെ മുന്നോട്ടു പോകുകയാണ്. കാരണം അത്രയും ഇനി ചെയ്യാൻ ശേഷിക്കുന്നുള്ളൂ. നിങ്ങൾ കാലുകൊടുത്തുമ്പോൾ നിങ്ങളുടെ പിന്നിലെ പാത അപ്രത്യക്ഷമാകുന്നു. അദൃശ്യവിരലുകൾ വലിക്കുന്നത് പോലെ മണൽ താഴേക്കുരുളുന്നു. നിങ്ങളുടെ തോളിൽ കൂടി നോക്കുമ്പോൾ നിങ്ങൾ എവിടെ നിന്നാണ് വന്നതെന്നൊരു സൂചനയും കാണുന്നില്ല. സെർസുര പോയി, വോൾ പോയി, ആകാശം പോലും ഇപ്പോൾ കൂടുതൽ വ്യക്തമാണെന്ന് തോന്നുന്നു. ബാധപ്പെട്ടതല്ല എന്ന് തോന്നുന്നു. പക്ഷെ നിങ്ങളത് വിശ്വസിക്കുന്നില്ല. 2 തവണ നിങ്ങൾ പിന്നിലേക്ക് ചാഞ്ഞു. അവൾ കണ്ണാടി ബേസിനിലേക്കിടുന്നു. നിങ്ങളത് വീണ്ടും അന്വേഷിക്കില്ല. ബേസിനിൻ്റെ അരികിൽ ഒരു അസ്ഥികൂടം കാണാം. കാലുകൾ കൂട്ടിക്കെട്ടി, കൈകൾ അതിൻ്റെ മടിയിൽ അമർന്നിരിക്കുന്നു. ഒരു ജേണൽ അതിനടുത്തായി മെഴുകുകൊണ്ട് അടച്ചിരിക്കുന്നു. നിങ്ങളത് തുറക്കുന്നു. ആദ്യ പേജിൽ നിങ്ങളിത് കണ്ടെത്തിയാൽ ഞാൻ പരാജയപ്പെട്ടു എന്നെഴുതിയിരിക്കുന്നു. 2ാം പേജിൽ സെർസുറ നിങ്ങളെ തടഞ്ഞുവയ്ക്കുന്നില്ല, അത് നിങ്ങളെ സ്വാധീനിക്കുന്നു. അവസാന വരി നിങ്ങൾ ഉറക്കെ മൃദുവായി വായിച്ചു. ആരെങ്കിലും എപ്പോഴും പുറത്തേക്ക് നടക്കണം, അല്ലെങ്കിൽ വാതിൽ എന്നേക്കുമായി അടയും. സൽമ നിങ്ങളുടെ കണ്ണുകൾ കാണുന്നു. എനിക്ക് തോന്നുന്നു, അവൾ പറയുന്നു, നമ്മൾ ഒരിക്കലും പട്ടണം കണ്ടെത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. അതിൽ നിന്നും പുറത്തു കടക്കാൻ മാത്രമാണ് നോക്കിയത്. കാറ്റ് ശക്തി പ്രാപിക്കുന്നു. മണലിൽ കാൽപ്പാടുകൾ രൂപം കൊള്ളുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നു. നിങ്ങളുടേതല്ല, അവളുടേതുമല്ല. അവ നിങ്ങൾക്ക് മുന്നിലേക്ക് പതുക്കെ പടിപടിയായി വഴി നയിക്കുന്നത് പോലെ നീങ്ങുന്നു. ഭീഷണിപ്പെടുത്തുന്നില്ല, ആവശ്യപ്പെടുന്നില്ല. വെറും അവതരിപ്പിക്കുക. നിങ്ങൾ പിന്തുടരുക. താമസിയാതെ നിങ്ങൾക്കൊരു മാറ്റം അനുഭവപ്പെടാൻ തുടങ്ങും. നക്ഷത്രങ്ങൾ അവയുടെ യഥാർത്ഥ സ്ഥാനങ്ങളിലേക്ക് മടങ്ങുന്നു. കാറ്റിനുപ്പിൻ്റെ ഗന്ധമുണ്ട്. നിങ്ങൾ ചീവീടുകൾ കേൾക്കുന്നു. യഥാർത്ഥ പക്ഷികളുടെ സംഗീതം കേൾക്കുന്നു. യഥാർത്ഥ പക്ഷികൾ. പിന്നെ ചക്രവാളത്തിൽ ഒരു പച്ചപ്പിൻ്റെ തിളക്കം. മരുഭൂമിയുടെ അരികിൽ ഈന്തപ്പനകൾ, താഴ്ന്ന മേൽക്കൂരകൾ, പാചകത്തീയിൽ നിന്നുയരുന്ന ഇടുങ്ങിയ പുകയുടെ റിബൺ. ഒരു ഗ്രാമം, നാഗരികത. നിങ്ങൾ 2 പേരും മരവിക്കുന്നു. അത് യഥാർത്ഥമാണോ? ഇനി എന്തെങ്കിലും യഥാർത്ഥമാണോ? എന്നാൽ ആരോ നിലവിളിക്കുന്നു. നീളമുള്ള മേലാങ്കി ധരിച്ചൊരാൾ മേൽക്കൂരയിൽ നിന്ന് കൈവീശി ദാറ്റെ ആരെയോ വിളിക്കുന്നു. കുട്ടികൾ പൊടിയിലൂടെ ഒരാടിനെ ഓടിക്കുന്നു. ഒരു സ്ത്രീ ഒരു കലത്തിൽ എന്തോ ഇളക്കുന്നു. ഒരു ട്രാൻസിസ്റ്റർ റേഡിയോ പഴയ ഈജിപ്ഷ്യൻ ഗാനവുമായി ജീവിതത്തിലേക്ക് തിരിച്ചു വിളിക്കുന്നു. സൽമ നിങ്ങളുടെ കൈ പിടിക്കുന്നു. വരൂ. അത് വീണ്ടും മാറുന്നതിനു മുമ്പ് അവൾ പറയുന്നു. നിങ്ങൾ ഗ്രാമത്തിലേക്ക് നടക്കുന്നു. നിങ്ങളെ കാണുമ്പോൾ ആരും അത്ഭുതപ്പെടുന്നില്ല. പഴയ സുഹൃത്തുക്കളെപ്പോലെ അവർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വെള്ളവും ഭക്ഷണവും വിശ്രമിക്കാനൊരിടവും വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങൾ എവിടെ നിന്നാണ് വന്നതെന്ന് ആരും ചോദിക്കുന്നില്ല. ആരും നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നില്ല. അവർ നിങ്ങളെ സ്വീകരിക്കുന്നു. നിങ്ങൾ ഇവിടെയുള്ളവളാണെന്ന മട്ടിൽ. പക്ഷേ നിങ്ങൾ മുമ്പിവിടെ ഉണ്ടായിരുന്നതുപോലെ. ആ രാത്രിയിൽ ഒരു പുല്ലുമേഞ്ഞ മേൽക്കൂരയ്ക്ക് കീഴിൽ ഒരു നെയ്തക്കട്ടിൽ കിടക്കുമ്പോൾ നിങ്ങളൊരു ടൈം ലൈൻ കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ സെർസുറയുടെ രേഖാചിത്രം വരയ്ക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ നിങ്ങളുടെ കൈ വരയ്ക്കാൻ വിസമ്മതിക്കുന്നു. നിങ്ങളുടെ വിരലുകൾ അർത്ഥമില്ലാത്ത വൃത്തങ്ങൾ തുടരുന്നു. നിങ്ങൾ മുറിക്കപ്പുറത്ത് സൽമയെ നോക്കുന്നു. അവൾ ഇപ്പോൾ തന്നെ ഉറങ്ങിയിരിക്കുന്നു. നിങ്ങൾ സ്വയം മന്ത്രിക്കുന്നു. അതെ, നമ്മളത് ചെയ്തു. എന്നാൽ ഉള്ളിൽ നിങ്ങൾ ചിന്തിക്കുന്നു, നീ സെർസുര വിട്ടോ? അതോ ഇതിനി അതിലുള്ളിലെ മറ്റൊരു മുറിയാണോ? കാരണം നിങ്ങൾ പോക്കറ്റ് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്കൊരു വെളുത്ത തൂവൽ കാണുന്നു, ഇപ്പോഴും ചൂടുള്ളത്. പ്രഭാതത്തിനു മുമ്പ് നിങ്ങൾ ഉണരുന്നു. ബഹളം കൊണ്ടോ ചൂടുകൊണ്ടോ അല്ല, മറ്റെന്തോ കാരണത്താൽ നട്ടെല്ലിൻ്റെ അരികിൽ വളഞ്ഞു പുഴഞ്ഞിരിക്കുന്ന സൂക്ഷ്മമായ എന്നാൽ സ്ഥിരമായ ഒരു പിരിമുറുക്കം. ഗ്രാമം നിശബ്ദമാണ്, ശാന്തമാണ്, വളരെ ശാന്തമാണ്. നായ്ക്കൾ കുരയ്ക്കുന്നില്ല,
വണ്ടികളൊന്നും ഇരമ്പി വരുന്നില്ല. ആടുകൾ പോലും അപ്രത്യക്ഷമായതായി തോന്നുന്നു. സൽമയെ ഉണർത്താതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ പതുക്കെ എഴുന്നേറ്റ് പുറത്തേക്ക് കാലെടുത്തു വയ്ക്കുന്നു. തെരുവ് ശൂന്യമാണ്. വെളിച്ചമില്ല, ശബ്ദമില്ല. കളിമൺ ചുമരുകൾക്കിടയിൽ കാട്ടിന്റെ നഗ്നമായ ശബ്ദം മാത്രം. നിങ്ങൾ നടക്കുന്നു, കിണർ കടന്ന്, ചായക്കട കടന്ന്, അതേ സ്ഥലത്ത് അതേ ഭാവത്തോടെ ഇരിക്കുന്ന അതേ മനുഷ്യനെ മറികടന്ന്. നിങ്ങൾ മരവിച്ചു. ഒരു മൃദുവായ ശബ്ദം നിങ്ങളിലേക്കെത്തുന്നു. തൂവലകൾ കല്ലിൽ തട്ടുന്നതുപോലെ. നിങ്ങൾ മുകളിലേക്ക് നോക്കുന്നു. ഒരു വെളുത്ത പക്ഷി മിനാരത്തിന് മുകളിൽ ഇരിക്കുന്നു. അത് നിങ്ങളെ നിരീക്ഷിക്കുന്നു, തല ചായ്ക്കുന്നു. ഒരിക്കൽ കാവുകൾ, പിന്നെ മണൽക്കൂനുവരിലേക്ക് പറക്കുന്നു. നിങ്ങൾ പിന്തുടരുന്നു. എന്തുകൊണ്ടെന്ന് നിങ്ങൾക്കുറപ്പില്ല. പക്ഷേ നിങ്ങളങ്ങനെ ചെയ്യേണ്ടി വന്നതുകൊണ്ടാകാം. നിങ്ങളിലൊന്ന് മരുഭൂമിയിൽ നിന്ന് ഒരിക്കലും പുറത്തു പോകാത്തതുകൊണ്ടാകാം. നിങ്ങൾ ഗ്രാമത്തിന്റെ അരികിലൂടെ കടന്നുപോകുന്നു. കുറ്റിച്ചെടികളിലൂടെ, പിന്നെ പൊടി, പിന്നെ വീണ്ടും മണൽക്കൂനകൾ. അത് ഭയാനകമായിരിക്കണം, പക്ഷേ വീട്ടിലേക്ക് വരുന്നതുപോലെ തോന്നുന്നു. പിന്നെ കുന്നുകൾക്കിടയിലുള്ള ആഴമില്ലാത്ത കുഴിയിൽ നിങ്ങൾ അവനെ കണ്ടെത്തുന്നു. ആന്റൺ, ജീവനോടെ. അവൻ മണലിൽ കാലുകൾ കുത്തി ഇരുന്ന് സമയം കടന്നുപോയാത്തതുപോലെ തന്റെ നോട്ട്ബുക്കിൽ വരച്ചു. നിങ്ങൾ പതുക്കെ അവന്റെ അടുക്കിലേക്ക് പോകുന്നു. ആന്റൺ, അവൻ മുകളിലേക്ക് നോക്കുന്നില്ല. നിനക്കെവിടെയാണെന്നറിയാമോ? അവൻ ഒതുക്കി സംസാരിച്ചു. അറിയാം. നിങ്ങൾ അവന്റെ അരികിൽ മുട്ടുകുത്തി. നീ എങ്ങനെ പുറത്തു കടന്നു? ഞാനല്ല. അവൻ നോട്ട്ബുക്ക് നിങ്ങളുടെ നേരെ തിരിക്കുന്നു. ഡ്രോയിംഗ് നിങ്ങൾ മുൻപ് കണ്ട അതേ മുറി കാണിക്കുന്നു. കുളവും കറങ്ങുന്ന തൂവലുകളും ജീവികളുമെല്ലാമുള്ളത്. പക്ഷേ ഇത്തവണ അതിൽ നിങ്ങൾ നിങ്ങളെ തന്നെ കാണുന്നു. സൽമയെയും റൈക്സിനെയും ആന്റണും. പക്ഷേ ആന്റൺ ഇപ്പോൾ വരയ്ക്കുകയാണ്. അതേ പോസിൽ നിങ്ങൾ ഉറ്റുനോക്കുന്ന ചിത്രം തന്നെ വരയ്ക്കുന്നു. നിങ്ങൾ പേജ് മറിക്കുന്നു. അത് ശൂന്യമാണ്. പിന്നെ വാക്കുകൾ പ്രത്യക്ഷമാകുന്നു. എഴുതിയതല്ല, ഒരു അദൃശ്യ കൈകൊണ്ടെന്ന പോലെ കുത്തിവച്ചിരിക്കുന്നു. സിർസുറ മറക്കുന്നില്ല. നിങ്ങൾ പുസ്തകം അടച്ചുപൂട്ടുന്നു. അത് ചൂടായി തോന്നുന്നു. ആന്റൺ ഇപ്പോഴും ചിരിക്കുന്നു, ഇപ്പോഴും വരയ്ക്കുന്നു. ഒരു ലൂപ്പിൽ കുടുങ്ങിയതുപോലെ. നിങ്ങൾ പിന്നോട്ടു പോകുന്നു. നിങ്ങൾ ഒറ്റയ്ക്കല്ല. സൽമ എവിടെയുണ്ട്? നഗ്നപാതനായി, വിളറിയ ഫേസും മുറുകെ പിടിച്ച ചുണ്ടുകളും. ഞാൻ നിങ്ങളെ പിന്തുടർന്നു, അവൾ പറയുന്നു. ഞാൻ പോകാതിരുന്നതാണ്. നിങ്ങൾ ആന്റണിയെ തിരിഞ്ഞു നോക്കുന്നു. നമ്മൾക്ക് പോകണം, നിങ്ങൾ മന്ത്രിക്കുന്നു. പക്ഷേ നിങ്ങൾ തിരിയുമ്പോൾ മരുഭൂമി മാറാൻ തുടങ്ങുന്നു. നിങ്ങളുടെ കാലിനടിയിലുള്ള മണൽ ഉയരുന്നു. തകരുന്നതല്ല, ശ്വാസമെടുക്കുന്ന നെഞ്ചുപോലെ ഉയരുന്നു. വായു കട്ടിയാകുന്നു. നിങ്ങളുടെ കാഴ്ചയുടെ കോണുകളിൽ രൂപങ്ങൾ മിന്നിമറയുന്നു. പക്ഷികൾ, മുഖം മൂടികൾ, വളരെയധികം കൈകാലുകളുള്ള നിഴലുകൾ. നിങ്ങൾ ഓടുന്നു. പക്ഷേ ഭൂപ്രകൃതി നീളുന്നു. അവ വളയുന്നു. ഗ്രാമം പോയി. ആകാശം വെളുത്തു. നിങ്ങൾ മുട്ടുകുത്തി വീഴുന്നു. നിലവിളിക്കുന്നു. പിന്നീട് നിങ്ങൾ ഉണർന്നു. കട്ടിലിൽ തിരികെ കയറി. രാവിലെ സൂര്യൻ മുഖത്തിനു ചൂട് നൽകുന്നു. പുറത്ത് ഒരു കുട്ടിയുടെ ചിരി, പയറിൻ്റെയും ജീരകത്തിൻ്റെയും ഗന്ധം. സൽമ മുറിയിലുടനീളം നടക്കുന്നു. കണ്ണുകൾ വിടരുന്നു. മോശം സ്വപ്നം കണ്ടോ? അവൾ ചോദിക്കുന്നു. നിങ്ങൾ പതുക്കെ തലയാട്ടുന്നു. പക്ഷേ നിങ്ങളുടെ കൈകളിൽ പൊടി പറ്റിപ്പിടിച്ചിരിക്കുന്നു. കയ്യിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു നേർത്ത വെളുത്ത തൂവൽ. മുഴുവനായും സ്വപ്നമല്ല. എല്ലാം കഴിഞ്ഞുവെന്ന് നടിക്കാൻ ശ്രമിച്ചുകൊണ്ട് നിങ്ങൾ ആ ഗ്രാമത്തിൽ ദിവസങ്ങൾ ചെലവഴിക്കുന്നു. പക്ഷേ അടയാളങ്ങൾ നിങ്ങളെ പിന്തുടരുന്നു. ഒരു കടയുടമ ചാരം പോലെ ഉരുകുന്ന ഈത്തപ്പഴം വിൽക്കുന്നു. ഒരു കുട്ടി ഒരു പക്ഷിയുടെ ചിത്രം വരയ്ക്കുന്നു. സൽമ തൻ്റെ സാറ്റലൈറ്റ് ഫോണിൽ ഒരു സന്ദേശമിടാൻ ശ്രമിക്കുന്നു. അത് നിശബ്ദത മാത്രം രേഖപ്പെടുത്തുന്നു. അവൾ നിങ്ങളെ നോക്കുന്നു. ഞങ്ങൾ പോയില്ല, ശരിക്കും പോയില്ല. നിങ്ങൾ തലയാട്ടുന്നു. ചോദ്യമെന്താണ്? നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കാൻ കാരണമെന്താണ്? ആ രാത്രി
നിങ്ങളൊരു തീരുമാനമെടുക്കുന്നു. നിങ്ങളുടെ കയ്യിലുള്ള കുറച്ച് ഗിയർ പാക്ക് ചെയ്യുന്നു. വെള്ളമെടുക്കുന്നു. ഇനി തിരിയാത്ത ഒരു കോമ്പസ്. സൽമ നിങ്ങളെ മണൽക്കുന്നുകളിലേക്ക് തിരികെ അനുഗമിക്കുന്നു. കാരണം പുറത്തേക്കുള്ള ഒരേയൊരു വഴി അതിലൂടെയായിരിക്കാം. നിങ്ങൾ മണിക്കൂറുകളോളം നടക്കുന്നു. ഭൂപ്രകൃതി ഇനി എതിർക്കില്ല. അത് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സൂര്യാസ്തമയ സമയത്ത് നിങ്ങൾക്ക് ഒരു മാർക്കർ കാണാം. മണലിൽ പതിഞ്ഞിരിക്കുന്ന മിനുസമായ കറുത്ത കല്ല് 3 വാക്കുകൾ മാത്രം ആലേഖനം ചെയ്തിരിക്കുന്നു. അവശേഷിക്കുന്നത് തിരികെ നൽകുക. നിങ്ങൾ സൽമയെ നോക്കുന്നു. സംസാരിക്കാതെ നിങ്ങൾ രണ്ടുപേരും കുഴിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ എന്താണ് തിരയുന്നതെന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങളുടെ വിരലുകൾ തുണിയിൽ തട്ടുന്നു. പിന്നെ ഒരസ്ഥി. നിങ്ങൾ റേക്സിനെ പുറത്തെടുക്കുന്നു. അഴുകിയിട്ടില്ല, വാടിയിട്ടില്ല, സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അവൻ്റെ കണ്ണുകൾ അടഞ്ഞിരിക്കുന്നു. അവൻ്റെ ചുണ്ടുകൾ ഒരു നേരിയ പുഞ്ചിരിയിൽ വളയുന്നു. അവൻ്റെ കൈകളിൽ ഒരു തൂവലും കോമ്പസും. സൽമ മുട്ടുകുത്തി നിൽക്കുന്നു. അവൻ അറിയുമായിരുന്നു. അവൾ മന്ത്രിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായി. റേക്സ് കച്ചവടം നടത്തി. അവനെ സൂക്ഷിക്കാൻ സെർസുറയെ അവൻ അനുവദിച്ചു. വേറെ ആരെങ്കിലും പുറത്തു പോകാൻ വേണ്ടി. സൽമ തൂവൽ സൗമ്യമായി എടുക്കുന്നു. നിങ്ങൾ അവനെ വീണ്ടും കുഴിക്കുന്നു. ഒരു പര്യവേക്ഷകനായിട്ടല്ല, ഒരു നങ്കൂരമായിട്ടല്ല. ഭൂപടങ്ങളെക്കാളും പേരുകളെക്കാളും വലിയൊന്നിലേക്കുള്ള ഒരു കെട്ട്. മണലിൽ മിനുസമായി തട്ടുമ്പോൾ നിങ്ങൾക്കതനുഭവിക്കുന്നു. ഒരു ചൂട്. സൂര്യപ്രകാശമല്ല, പഴയത്, സൗമ്യം. മരുഭൂമി നെടുവീർപ്പെടുന്നു. കെയ്റോയ്ക്ക് ശേഷം ആദ്യമായി നിങ്ങൾ അതിനോട് ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ റൈക്സിന്റെ ശവകുടീരത്തിനരികിൽ രാത്രി ചെലവഴിക്കുന്നു. ഭയം കൊണ്ടല്ല, പക്ഷേ ആദരവിനോടടുത്ത് എന്തോ ഒന്നുകൊണ്ടാണ്. കാറ്റ് വളരെ മൃദുവായി വീശുന്നു. ഏതാണ്ട് വാത്സല്യം നിറഞ്ഞതാണ്. സ്കൂളിൽ പഠിച്ച നക്ഷത്രരാശികളിലല്ല, വിചിത്രമായ നക്ഷത്രരാശികളിലാണ് നക്ഷത്രങ്ങൾ തിളങ്ങുന്നത്. നിങ്ങൾ എന്തായാലും അവയ്ക്ക് പേരുകൾ കണ്ടെത്തുന്നു. ദ സ്പൈറൽ ബേർഡ്, ദ ഹോളോ ഐ, ദ സിറ്റി ദാറ്റ് വെയ്റ്റ്സ്. സൽമ അധികം സംസാരിക്കുന്നില്ല. അവൾ ഇരുന്നു കത്തി മൂർച്ച കൂട്ടുന്നു, പിന്നെ താഴെ വയ്ക്കുന്നു, പിന്നെ വീണ്ടും എടുക്കുന്നു. മനസ്സ് വളരെ അകലെയാണെങ്കിലും അവളുടെ കൈകൾക്കെന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട്. പ്രഭാതത്തിനു മുൻപുള്ള അതിരാവിലെ അവൾ പറയുന്നു, മരുഭൂമി ശൂന്യമാണെന്ന് ഞാൻ കരുതിയിരുന്നു. യഥാർത്ഥ കാര്യങ്ങൾക്കിടയിലുള്ള ഒരു സ്ഥലം മാത്രം. നക്ഷത്രങ്ങൾ ചെറുതായി മങ്ങുന്നത് നോക്കി നിങ്ങൾ തലയാട്ടുന്നു. ഇപ്പോൾ ഉണർന്നിരുന്ന ഒരേയൊരു ഭാഗം അതായിരുന്നുവെന്ന് ഞാൻ കരുതുന്നു. ആകാശം പ്രകാശിക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും പാക്ക് ചെയ്യുന്നു. നിശബ്ദമായി പാക്ക് ചെയ്യുന്നു. റാക്സിനൊപ്പം നിങ്ങൾ കുഴിച്ചിട്ട കോമ്പസ് ഇനി പ്രധാനമല്ല. ദിശകൾ പരിശോധിക്കാൻ നിങ്ങളിനി മെനക്കെടുന്നില്ല. സെർസുറയ്ക്ക് വടക്ക് എന്നൊന്നില്ല, ഉദ്ദേശങ്ങൾ മാത്രം. നിങ്ങൾ വീണ്ടും നടക്കാൻ തുടങ്ങുന്നു. ഭൂപ്രകൃതി സൂക്ഷ്മമായി മാറുന്നു. മണ്ണുകുല്ലുകൾ പരന്നുകിടക്കുന്നു. മണൽ ഇരുണ്ടുപോകുന്നു. പക്ഷികൾ തിരിച്ചെത്തുന്നു. ഇത്തവണ വട്ടമിട്ട് പറക്കുന്നതല്ല, മറിച്ച് നയിക്കുന്നു. ഡസൻ കണക്കിന് വെളുത്ത ചിറകുള്ള രൂപങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ചാടി നീങ്ങുന്നു. എപ്പോഴും കാഴ്ചയിൽ മാത്രം. നയിക്കുന്നു, അല്ലെങ്കിൽ വശീകരിക്കുന്നു. ഉച്ചയോടെ നിങ്ങൾ കറുത്ത പാറയുടെ ഒരു പുറംതോടിലെത്തുന്നു. വിചിത്രം, നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു ഭൂമിശാസ്ത്ര ചാർട്ടിലും ഇത് അടയാളപ്പെടുത്തിയിട്ടില്ല. ഒരു കല്ലിൽ ഒരു കൊത്തുപണിയുണ്ട്. പുരാതനമല്ല, പുതുമയുള്ളതാണ്. അതൊരു വാതിലാണ്. സൂക്ഷ്മ വിശദാംശങ്ങളിൽ വരച്ച ഒരു ശൈലീകൃത ആർച്ച്. മുകളിൽ ഇപ്പോൾ പരിചിതമായി തോന്നുന്ന ഒരു ചിഹ്നം. തുറന്ന 2 കൈകളാൽ ചുറ്റപ്പെട്ട ഒരു തൂവൽ. താഴെ കൂടുതൽ എഴുത്ത്. സിർസുറയുടെ ചുമരുകളിൽ നിന്നുള്ള അതേ വിചിത്രമായ ലിപി. പക്ഷെ നിങ്ങൾക്ക് അതിപ്പോൾ വായിക്കാൻ കഴിയും. അല്ലെങ്കിൽ അതെപ്പോഴും നിങ്ങളുടെ ഉള്ളിലായിരിക്കാം. സൽമ പാറയിൽ മൃദുവായി തൊടുന്നു. അവളുടെ കണ്ണുകൾ അടയുന്നു. പിന്നെ അവൾ അവ തുറന്ന്, ഇതൊരു താക്കോലാണ് എന്ന് പറയുന്നു. എന്തിനാണെന്ന് നിങ്ങൾ ചോദിക്കുന്നില്ല. കാരണം നിങ്ങൾക്കതിപ്പോൾ അറിയാം.
ഒരു ചെറിയ മുഴക്കം തുടങ്ങുന്നു. ആദ്യം സൂക്ഷ്മമായി, പിന്നീട് മുകളിലേക്ക് ഉയർത്തിയാലും മണ്ണിൽ, പല്ലുകളിൽ, ഓർമ്മകളിൽ പ്രകമ്പനം ചെയ്യുന്നു. അത് ഭ്രമണപഥത്തിൽ നിന്നുള്ള ശബ്ദമാണ്. അറയിൽ നിന്നാണ്, അസ്ഥികളിൽ നിന്നാണ്. നിങ്ങൾ തീരുമാനമില്ലാതെ മുന്നോട്ട് നടക്കുന്നു. പാറഭിത്തി തുറക്കുന്നു. പിളരുന്നില്ല. തുറക്കുന്നു. ഒരു തിരശീല പതുക്കെ മാറ്റിവെച്ചതുപോലെ. അതിനു പിന്നിലൊരു ഇടനാഴിയുണ്ട്. ഇടുങ്ങിയത്, വളഞ്ഞത്. ആ നീലാവെളുത്ത തിളക്കത്തോടെ മങ്ങിയ സ്പന്ദനങ്ങൾ ഇപ്പോൾ സ്വപ്നങ്ങളുമായി, പ്രജനനങ്ങളുമായി, ഉറക്കെ പറയാൻ കഴിയാത്തത്ര ആഴത്തിലുള്ള സത്യങ്ങളുമായോ നിങ്ങൾ ബന്ധപ്പെടുത്തുന്നു. നിങ്ങളും സൽമയും കൂടെ അകത്തേക്ക് കാലെടുത്തു വയ്ക്കുന്നു. പാറ പിന്നിലടയുന്നു. ഭയമില്ല, ഇത്തവണ അങ്ങനെയല്ല. ഇടനാഴി താഴേക്ക് പോകുന്നു. ചുമരുകൾ മിനുസമുള്ളതും ഘനീഭവിച്ചതാൽ നനഞ്ഞതുമാണ്. അവയിൽ നിങ്ങൾ കാര്യങ്ങൾ കാണുന്നു. രൂപങ്ങൾ, ദൃശ്യങ്ങൾ, ഓർമ്മകളുടെ മിന്നലുകൾ. നിങ്ങളുടെ അച്ഛൻ ഒരു ജനലിൽ നിന്ന് കൈവീശുന്നു. നിങ്ങൾ നീന്താൻ പഠിച്ച ദിവസം. സഹാറയെ ആദ്യമായി ഒരു ഭൂപടത്തിൽ കണ്ട രാത്രിയിൽ എനിക്ക് അങ്ങനെ നടക്കണമെന്ന് ചിന്തിച്ചത്. നിങ്ങൾ മനസ്സിലാക്കുന്നു, സെർസുറയ്ക്ക് നിങ്ങളുടെ ഭൂതകാലം അറിയാം. കാരണം ഇപ്പോൾ അത് അതിൻ്റെ ഉടമസ്ഥതയിലാണ്. ഇടനാഴി അവസാനിക്കുന്നത് ഒരു സർപ്പിള ഷെല്ലിൻ്റെ ആകൃതിയിലുള്ള ഒരറയിലാണ്. മധ്യത്തിലൊരു കുളമുണ്ട്. വെള്ളമല്ല, വെളിച്ചമല്ല, മറ്റെന്തോ ആണ് അതിലുള്ളത്. 1892-ൽ ഒരു മനുഷ്യൻ തകർന്ന കോമ്പസിൽ നിന്ന് കുടിക്കുന്നത് നിങ്ങൾ കാണുന്നു. 1765-ൽ ഒരു സ്ത്രീ ഒരു പാറഭിത്തിയിൽ പക്ഷിച്ചിഹ്നങ്ങൾ കൊത്തിവെക്കുന്നു. ആരും ഓർമ്മിക്കാത്ത, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, വഴിതെറ്റിക്കരയുന്ന ഒരു റോമൻ പട്ടാളക്കാരൻ. നിങ്ങൾ റേക്സിനെ കാണുന്നു. ആൻഡൺ. സൽമ കുളത്തിലേക്ക് കാലെടുത്തു വയ്ക്കുന്നു. മുട്ടുകുത്തുന്നു. നിങ്ങൾ പിന്തുടരുന്നു. പിന്നെ കുളം സംസാരിക്കുന്നു. ശബ്ദത്തിലല്ല, ഓർമ്മയിൽ. നിങ്ങൾക്കത് അനുഭവപ്പെടുന്നു. സെർസൂറയിലൂടെ കടന്നുപോയ ഓരോ ആത്മാവിൻ്റെയും കൂട്ടായ ഇച്ഛയും, ഓരോ ത്യാഗവും, ഓരോ മന്ത്രവും. അത് പറയുന്നു. നിങ്ങൾ ഒരു നഗരം തേടി വന്നു. നിങ്ങൾ ഒരു കണ്ണാടി കണ്ടെത്തി. നിങ്ങൾ വിറയ്ക്കുന്നു. വെള്ളം, അല്ലെങ്കിൽ അതെന്തു തന്നെ ആയാലും, നിങ്ങൾ അതിൽ തൊടുമ്പോൾ അലയടിക്കുന്നില്ല. അത് നിങ്ങളുടെ കൈ സ്വീകരിക്കുന്നു. പെട്ടെന്ന് നിങ്ങളെല്ലാം കാണുന്നു. നഗരം യഥാർത്ഥമാണ്. പക്ഷേ അതെല്ലായ്പ്പോഴും ഇവിടെയില്ല. അത് കുടിയേറുന്നു. വിശ്വാസത്തിലൂടെ, ഭൂപടങ്ങളിലൂടെ, ആളുകളിലൂടെ. അത് കല്ലുകൊണ്ട് നിർമ്മിച്ചതല്ല, മറിച്ച് ജിജ്ഞാസ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. എവിടെ നോക്കണമെന്നറിയുന്നവർക്കല്ല, മറിച്ച് എന്തെങ്കിലും നഷ്ടപ്പെടേണ്ടവർക്ക് അത് തുറക്കുന്നു. പര്യവേക്ഷകർ അത് സങ്കൽപ്പിക്കുന്നതിനാലാണ് സെർസൂറ നിലനിൽക്കുന്നത്. അത് ആ ഭാവനയെ പോഷിപ്പിക്കുന്നു. ധൈര്യശാലികൾക്ക് തിരികെ കൊണ്ടുപോകാൻ കഴിയാത്ത സത്യങ്ങളുടെ നേർക്കാഴ്ചകൾ നൽകുന്നു. നിങ്ങളുടെ കൈ പിൻവലിക്കുന്നു. നിങ്ങളുടെ കൈപ്പത്തി ഒരു നിമിഷത്തേക്ക് മങ്ങിയതായി തിളങ്ങുന്നു, പിന്നീട് മങ്ങുന്നു. സൽമ നിന്നെ നോക്കി. നിങ്ങൾ രണ്ടുപേരും ഒഴിവാക്കിയിരുന്ന കാര്യം പറയുന്നു. നമ്മളിപ്പോൾ പോയാൽ നമ്മൾ ഒരിക്കലും ഇതിനെക്കുറിച്ച് സംസാരിക്കില്ല. നിങ്ങൾ തലയാട്ടുന്നു. കാരണം നിങ്ങൾക്ക് എങ്ങനെ കഴിയും? ആർക്കാണത് വിശ്വസിക്കാൻ കഴിയുക? നിങ്ങൾ എന്തു പറയും? അത് സെർസൂറ ജിജ്ഞാസുക്കളുടെ അസ്ഥികളിലെഴുതിയ ഒരു കടങ്കഥയാണോ? അത് നിങ്ങളുടെ പേര് മറന്നതിനു പകരം നിങ്ങൾക്ക് വ്യക്തത നൽകുന്നുണ്ടോ? നിങ്ങളുടെ പ്രതിബിംബം ഇപ്പോൾ മരുഭൂമിയേക്കാൾ പഴയതൊന്നിൻ്റേതാണെന്നോ? നിങ്ങൾ നിശബ്ദതയിൽ സർപ്പിള അറയിലേക്ക് കയറുന്നു. നിങ്ങൾ പുറത്തു വരുമ്പോൾ ആകാശം സന്ധ്യയുടെ പിങ്ക് നിറമാകും. പക്ഷികൾ പോയി. പാത വ്യത്യസ്തമാണ്. എന്നാൽ ഇത്തവണ അത് ശരിയാണെന്ന് തോന്നുന്നു. നിങ്ങൾ അവസാനത്തെ കുന്നിൻ മുകളിലേക്ക് കയറുമ്പോൾ യഥാർത്ഥ ലോകം കാത്തിരിക്കുന്നു. ഒരു റോഡ്, ഒരു ട്രക്ക്, വെയിലേറ്റ തൊലികൊണ്ടുള്ള ഒരു മനുഷ്യൻ ഒരു കാന്റീനിലേക്ക് കൈവീശുന്നു. അവൻ അറബിയിൽ എന്തോ പറയുന്നു. നഷ്ടപ്പെട്ടു എന്ന വാക്ക് മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകുന്നുള്ളൂ. സൽമ പുഞ്ചിരിക്കുന്നു.
നിങ്ങൾ തലയാട്ടുന്നു. നിങ്ങൾ രണ്ടുപേരും ട്രക്ക് ബെഡിലേക്ക് കയറുന്നു. എഞ്ചിൻ ജീവൻ പ്രാപിച്ചുകൊണ്ട് മുരളുന്നു. മുടിയിൽ കാറ്റും വായിൽ പൊടിയും കയറി റോഡിലൂടെ കുതിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കാതെ പോക്കറ്റിൽ കൈയിടുന്നു. ഒരു തൂവൽ പുറത്തെടുക്കുന്നു. അതിപ്പോഴും വെളുത്തതാണ്. ഇപ്പോഴും ചൂടാണ്. നിങ്ങളത് കാറ്റിലേക്കെറിയുന്നു. ഇത്തവണ അത് തിരിച്ചു വരുന്നില്ല. യാത്രയ്ക്കിടെ നിങ്ങൾ അധികം സംസാരിക്കാറില്ല. ഡ്രൈവർ സൗഹൃദപരമാണ്. സംസാരിക്കാൻ പോലും ഇഷ്ടപ്പെടുന്നു. കാലാവസ്ഥാ രീതികളെക്കുറിച്ചും വറ്റിപ്പോയ കിണറുകളെക്കുറിച്ചും തൻ്റെ കസിൻ ഒരിക്കൽ ഒരു പ്രേത ഒട്ടകത്തെ എങ്ങനെ കണ്ടു എന്നതിനെക്കുറിച്ചും സംസാരിക്കുന്നു. നിങ്ങൾ പുഞ്ചിരിക്കുന്നു, തലയാട്ടുന്നു, സുരക്ഷിതത്വം തോന്നുമ്പോൾ ഉത്തരം നൽകുന്നു. എന്നാൽ സത്യം, നിങ്ങളുടെ മനസ്സ് മറ്റെവിടെയോ ആണ്. മണലിൽ തന്നെ കാലം മൃദുവാകുകയും പേരുകളുടെ ഭാരം കുറയുകയും ചെയ്ത ആ പാറയ്ക്കടിയിലെ ആ അറയിലേക്ക് തിരികെ പോകുന്നു. സൽമയും സംസാരിക്കുന്നില്ല. അവൾ മണൽക്കൂനുകൾക്ക് മുകളിലൂടെ നോക്കുന്നു. ഒരു കൈ ട്രക്ക് ബെഡിൻ്റെ സൈഡ് റെയിലിൽ അയഞ്ഞുപിടിയിൽ. അവളുടെ ബ്ലേഡ് പോയിരിക്കുന്നു. പിന്നിൽ ഉപേക്ഷിക്കപ്പെട്ടു. പരിഭ്രാന്തിയിലോ നഷ്ടത്തിലോ അല്ല, മറിച്ചൊരു വഴിപാടായി, ഒരു വിടവാങ്ങൽ സമ്മാനം. അവസാനം റോഡ് പാകിയതായി മാറുന്നു. പൊടി ചരലാകുന്നു. പിന്നീട് കൂടുതൽ ഉറച്ചതൊന്നായി മാറുന്നു. പട്ടണങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നു. ആദ്യം ചക്രവാലത്തിലെ പൊടിപടലങ്ങളായി, പിന്നീട് യഥാർത്ഥ സ്ഥലങ്ങളായി. കെട്ടിടങ്ങൾ, കടകൾ, ഇരുട്ടിൽ തിളങ്ങാത്തതോ സ്വപ്നങ്ങളിൽ സംസാരിക്കാത്തതോ ആയ ആളുകൾ. സംസ്കാരം. അതോടൊപ്പം ചോദ്യങ്ങളും. നിങ്ങളൊരു ചെക്ക് പോസ്റ്റിലെത്തുന്നു. മങ്ങിയ യൂണിഫോം ധരിച്ച അതിർത്തി കാവൽക്കാർ ട്രക്ക് കൈകാണിക്കുന്നു. ഡ്രൈവർ അവരോട് യാദൃച്ഛികമായി സംസാരിച്ച് തുടർന്ന് നിങ്ങളെയും സൽമയെയും നോക്കി ആംഗ്യം കാണിക്കുന്നു. ഗാർഡുകളിൽ ഒരാൾ നിങ്ങളോട് സംസാരിക്കാൻ കയറി വരുന്നു. അദ്ദേഹം പതിവ് ചോദ്യം ചോദിക്കുന്നു. നിങ്ങൾ ആരാണ്? നിങ്ങൾ എവിടെ നിന്നാണ് വന്നത്? നിങ്ങൾ മടിക്കുന്നു. പിന്നെ നിങ്ങളുടെ പേര് പറയുന്നു. നിങ്ങളുടെ വായിൽ അത് അന്യമായി തോന്നുന്നു. നിങ്ങൾക്കൊരിക്കൽ അറിയാമായിരുന്ന ഒരു ഭാഷയിൽ നിന്ന് കടമെടുത്തൊരു വാക്കുപോലെ. ഗാർഡ് ഒരു ലോഗ് ബുക്കിൽ എന്തോ എഴുതി നിങ്ങളെ കൈ കാണിക്കുന്നു. ആ രാത്രിയിൽ നിങ്ങളൊരു ശരിയായ പട്ടണത്തിലെത്തുന്നു. വീണ്ടും കെയ്റോയിൽ തന്നെയാണ്, പക്ഷേ അതിൻ്റെ അരികിൽ എവിടെയെങ്കിലും. ഒരു പൊടി നിറഞ്ഞ ഗസ്റ്റ് ഹൗസിൽ നിങ്ങൾക്ക് മുറികൾ കിട്ടുന്നു. അവിടെ ശബ്ദമുണ്ടാക്കുന്ന ഫാനുകളും മങ്ങിപ്പോകുന്ന പോസ്റ്റ് കാർഡുകളും ലോബി ഭിത്തിയിൽ പിൻ ചെയ്തിരിക്കുന്നു. വൈഫൈ കഷ്ടിച്ചുണ്ട്. മിന്നിമറിയുന്ന പവർ സപ്ലൈ. ഇടനാഴികളിൽ സ്വന്തം സ്ഥലമെന്ന പോലെ അലഞ്ഞു നടക്കുന്ന ഒരു പൂച്ച. നിങ്ങൾ കുളിക്കുന്നു. നിങ്ങളുടെ ചർമ്മത്തിൽ നിന്ന് മണ്ണൊഴുകുന്നത് കാണുക. അത് മരുഭൂമിയിലെ മണ്ണുപോലെ തോന്നുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ റിഫ്ലക്ഷൻ നോക്കുന്നു. ഒരിക്കൽ മാത്രം കണ്ണടയ്ക്കുന്നു. ഒരിക്കൽ മാത്രം. മിറർ തിരിച്ച് കണ്ണടയ്ക്കുന്നു. ഒരു ബീറ്റ് വൈകിയിട്ട്. നിങ്ങൾ ശബ്ദമുണ്ടാക്കുന്നില്ല. നിങ്ങൾ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അത് നിൽക്കുന്നതുവരെ. നിങ്ങൾ സൽമയോട് പറയില്ല. എന്നാൽ പിന്നീട് ഫ്ലാറ്റ് ബ്രെഡും സ്റ്റ്യൂഡ് ചെയ്ത പയറും കഴിച്ചപ്പോൾ അവൾ മുകളിലേക്ക് നോക്കാതെ പറയുന്നു, ഇതിപ്പോഴും നമ്മോടൊപ്പമുണ്ട്. നിങ്ങൾ തലയാട്ടുന്നു. തീർച്ചയായും അതങ്ങനെ തന്നെ. നിങ്ങൾ രക്ഷപ്പെട്ടും, അതെ. പക്ഷേ നിങ്ങളിപ്പോൾ അതിൻ്റെ അംബാസഡർമാരാണ്, അതിൻ്റെ സാക്ഷികൾ, അതിൻ്റെ മുന്നറിയിപ്പുകൾ. തുടർന്നുള്ള ദിവസങ്ങളിൽ ഏതൊരു വിവേചനമുള്ള രക്ഷിതാവും കഴിയുന്നത് നിങ്ങൾ ചെയ്യുന്നു. നിങ്ങൾ ഗവേഷണം നടത്തുന്നു. പൊടിപിടിച്ച ആർക്കൈവുകളിലും ഓൺലൈൻ ഫോറങ്ങളിലും പഴയ യാത്രാ വിവരണങ്ങളിലും ഗൂഢാലോചനാ ത്രെഡുകളിലും നിങ്ങൾ സെർസുറയെ തിരയുന്നു. കഥകൾ എല്ലായ്പ്പോഴും ഒന്നു തന്നെയാണ്. സഹാറയിൽ കുഴിച്ചിട്ട ഒരു വെളുത്ത നഗരം. വളഞ്ഞ വാളുകളുള്ള കറുത്ത തൊലിയുള്ള പുരുഷന്മാരാൽ സംരക്ഷിക്കപ്പെടുന്നു. നിധി നിറഞ്ഞത്, മരണം നിറഞ്ഞത്, നിശബ്ദത നിറഞ്ഞത്. എന്നാൽ വിശദാംശങ്ങൾ വ്യത്യസ്തമാണ്. 1849 ഒരു പര്യവേക്ഷകൻ മരിച്ച രാജാക്കന്മാരുടെ പേരുകൾ മന്ത്രിച്ച പക്ഷികളെ വിവരിച്ചു. 1912 ഒരു ഫ്രഞ്ച് പട്ടാളക്കാരൻ തന്റെ സഹോദരൻ സ്പർശിക്കുമ്പോൾ ഓർമ്മകൾ മായ്ക്കുന്ന ഒരു ഗോളത്തെ കണ്ടതായി അവകാശപ്പെട്ടു. ഒരു മൊറോക്കൻ വ്യാപാരി തന്റെ സഹോദരൻ മണൽക്കൂനകളിലേക്ക് നടന്നു. ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ഭാഷയിൽ പ്രാവീണ്യത്തോടെ തിരിച്ചെത്തി. പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം ഒരു തുമ്പും കൂടാതെ അപ്രത്യക്ഷനായി. സെർസുറ ഒരു പ്രണയ ഇതിഹാസമാണോ
കൊളോണിയൽ മോഹത്തിന്റെ ഒരു രൂപകമാണോ അതോ സൂര്യാഘാതവും അഹങ്കാരവും മൂലമുടലെടുത്ത ഒരു പനിസ്വപ്നമാണോ എന്ന് ചരിത്രകാരന്മാർ ഇപ്പോഴും വാദിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് നന്നായി അറിയാം, സെർസുറ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നുമല്ല. അല്ലെങ്കിൽ അവയെല്ലാം. കാരണം സെർസുറ ജീവിച്ചിരിപ്പുണ്ട്. ഒരു കുടിയേറ്റ ഓർമ്മ, മനുഷ്യരാശിയുടെ ഏറ്റവും അപകടകരമായ സഹജാതബോധത്തിന്റെ നഗരാകൃതിയുള്ള പ്രതിധ്വനി. അത്ഭുതം. അതുകൊണ്ടായിരിക്കാം അത് നിങ്ങളെ പോകാൻ അനുവദിച്ചത്. കാരണം നിങ്ങൾ ഒരിക്കലും കഥ പറയുന്നത് നിർത്തില്ല. ആരും നിങ്ങളെ വിശ്വസിച്ചില്ലെങ്കിലും നിങ്ങൾ തിരിച്ചുവന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടും ഒരു രാത്രി നിങ്ങൾ ആന്റണെ സ്വപ്നം കാണുന്നു. അവൻ ഇപ്പോഴും കുളത്തിനരികിലാണ്, ഇപ്പോഴും വരയ്ക്കുന്നു. പക്ഷേ ഇത്തവണ അവൻ മുകളിലേക്ക് നോക്കുന്നു, പുഞ്ചിരിക്കുന്നു, പറയുന്നു. വാതിൽ വീണ്ടും തുറന്നിരിക്കുന്നു. നിങ്ങൾ വിയർത്തുണരുന്നു, വിരലുകൾ വിറയ്ക്കുന്നു. നിങ്ങളുടെ ഡയറി ചെക്ക് ചെയ്യുന്നു. ദിവസങ്ങളായി നിങ്ങൾ എഴുതിയിട്ടില്ല. ഇപ്പോൾ ഒരു പുതിയ പേജ് നിറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ കൈപ്പടയിലല്ല, ഒരു രേഖാചിത്രം മാത്രം. പക്ഷി, ഗേറ്റ്, അവയ്ക്കിടയിൽ ഒരു രൂപം നിൽക്കുന്നു. തല ചെരിച്ച്, കൈകൾ തുറന്ന്. നിങ്ങൾ പേജ് മറിക്കുന്നു. ശൂന്യം, പക്ഷേ മങ്ങിയതായി. ഏറ്റവും താഴെ ആരെങ്കിലും എപ്പോഴും മടങ്ങിവരണം. നിങ്ങളത് വളരെ നേരം ഉറ്റുനോക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ എന്തോ മാറ്റം അനുഭവപ്പെടുന്നു. ഭയമല്ല, കുറ്റബോധമല്ല, എന്തോ ഒരു ക്ഷണം പോലെ. എന്തോ ഒരു ക്ഷണം പോലെ. നിങ്ങളെല്ലാം മറക്കാൻ ശ്രമിക്കുന്നു. ആഴ്ചകൾ കടന്നുപോകുന്നു. പിന്നെ മാസങ്ങൾ. നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങുന്നു. നിങ്ങളുടെ അപ്പാർട്ട്മെന്റ് ചെറുതായി തോന്നുന്നു. നഗരം കൂടുതൽ ഉച്ചത്തിൽ. ആളുകൾ കൂടുതൽ മങ്ങുന്നു. നിങ്ങൾ ജോലിക്ക് പോകുന്നു. അയൽക്കാരെ നോക്കി പുഞ്ചിരിക്കുന്നു. ഇമെയിലുകൾക്ക് മറുപടി നൽകുന്നു. എന്നിട്ടും കണ്ണുകൾ അടയ്ക്കുമ്പോഴെല്ലാം മണൽ അവരുടെ പിന്നിൽ മുഴങ്ങുന്നു. ഭയപ്പെടുത്തുന്ന രീതിയിലല്ല, വെറും സ്ഥിരമായി. പശ്ചാത്തല സ്റ്റാറ്റിക് പോലെ നിങ്ങൾക്ക് പൂർണ്ണമായും ശബ്ദം കേൾക്കാൻ കഴിയില്ല. ഇസ്താംബൂളിൽ നിന്ന് സൽമ ഒരിക്കൽ എഴുതുന്നു. ഒരു മാർക്കറ്റ് സ്റ്റാളിൽ പൂച്ചകൾ വിശ്രമിക്കുന്നതിൻ്റെ മങ്ങിയ ഫോട്ടോയുള്ള ഒരു പോസ്റ്റ് കാർഡ്. അതിൽ ഇത്രയേ മാത്രമേ പറയുന്നുള്ളൂ: ഇപ്പോഴും ഉറങ്ങുന്നില്ല, ഇപ്പോഴും ഓർക്കുന്നു, സുരക്ഷിതമായിരിക്കുക. നിങ്ങളത് ഫ്രിഡ്ജിൻ്റെ ഡോറിൽ ഉറപ്പിക്കുന്നു. വാതിൽ തുറക്കുമ്പോഴെല്ലാം അതിനടുത്തായി ഒട്ടിച്ചിരിക്കുന്ന തൂവൽ ചെറുതായി ആടുന്നു. ഫ്രിഡ്ജ് കാരണം അതനങ്ങുന്നില്ല. നിങ്ങളത് അതിനകം പരിശോധിച്ചു കഴിഞ്ഞു. ഒരുച്ച തിരിഞ്ഞപ്പോൾ നിങ്ങൾ ഒരു പുസ്തകക്കടയുടെ അടുത്ത് നിൽക്കുന്നു. ജനാലയിൽ ഒരു പുതിയ തലക്കെട്ടുണ്ട്: ഹാമിൽട്ടൺ റേക്സിൻ്റെ ദ വാനിഷിംഗ് സിറ്റി, മിത്സ് ഓഫ് ദ സഹാറ. നിങ്ങളുടെ വായ വരണ്ടുപോകുന്നു. നിങ്ങൾ അകത്തേക്ക് കാലെടുത്തു വയ്ക്കുന്നു. പുസ്തകം യഥാർത്ഥത്തിലല്ല. പേജുകൾ ശൂന്യമാണ്. തല ചരിക്കുമ്പോൾ നട്ടെല്ല് പിന്നിലേക്ക് വായിക്കുന്നു. കൗണ്ടറിലെ ആൾ അതവിടെ ഉണ്ടെന്ന് ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ വേഗം പോകുന്നു. കാരണം സെർസുറ മന്ത്രിക്കാനൊരു പുതിയ മാർഗം കണ്ടെത്തിയിരിക്കുന്നു. നിങ്ങളുടെ കാര്യത്തിൽ അത് അവസാനിച്ചിട്ടില്ല. നിങ്ങൾ പക്ഷികളെ കൂടുതൽ തവണ കാണാൻ തുടങ്ങുന്നു. അവ ഉണ്ടാകാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ. ഭൂഗർഭ മെട്രോയിൽ ഒരു പ്രാവ്, മഴയിൽ ഒരു ട്രാഫിക് ലൈറ്റിലിരിക്കുന്ന ഒരു പരുന്ത്. കൃത്യം 3:17 ഒരു കുരുവി നിങ്ങളുടെ ജനാലയിൽ തുടർച്ചയായി 3 രാത്രികളിൽ തട്ടുന്നു. അപ്പോൾ ശബ്ദമുണ്ട്. ആ മുഴക്കം മൃദു, താഴ്ന്ന, പരിചിതം. നിങ്ങൾ ഒരു രാത്രി ഉണരുന്നു. നിങ്ങളുടെ ഇടനാഴിയിൽ ഓർബിറ്റ് കണ്ടെത്തുന്നു. യഥാർത്ഥമല്ല, ഇല്ല, അത് അസാധ്യമായിരിക്കും. പക്ഷേ ഒരു പരിഭ്രഷിക്കുന്ന പകർപ്പ്, ആകൃതി, വലിപ്പം, തിളക്കം. നിങ്ങളതിനെ എടുക്കുന്നു. നല്ല ചൂടാണ്. നിങ്ങൾ ആരോടും പറഞ്ഞില്ല. കാരണം ആരാണ് നിന്നെ വിശ്വസിക്കുക? നിങ്ങൾ ഇതിനകം ഇടപാട് പൂർത്തിയാക്കി തിരിച്ചെത്തി. പക്ഷെ നിങ്ങളിലൊരു ഭാഗം ഒരിക്കലും പോയില്ല. സെർസുറായുടെ ഒരു ഭാഗം നിന്നോടൊപ്പം വന്നു. ഒരു ദിവസം രാവിലെ നിങ്ങൾ പുറത്തേക്ക് കാലെടുത്ത് വെച്ച് നിന്റെ മെയിൽ ബോക്സിൽ എന്തോ ശ്രദ്ധിച്ചു. ഒരു പാക്കേജ്. വിലാസമില്ല. അകത്ത് നിന്റെ പഴയ കോമ്പസ് ഇപ്പോഴും തകർന്നിരിക്കുന്നു.
ഇപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നു. നീ അതിലേക്ക് ഉറ്റുനോക്കുന്നു, പിന്നെ ചിരിക്കുന്നു, മൃദുവായി, നർമ്മമില്ലാതെ. കാരണം ഇപ്പോൾ നിനക്കറിയാം, കോമ്പസ് ഒരിക്കലും പൊട്ടിയില്ല. അത് മറുവശത്തേക്കാണ് ചൂണ്ടിക്കാണിച്ചത്. ദിവസങ്ങൾക്ക് ശേഷം സൽമ വിളിക്കുന്നു. അവളുടെ ശബ്ദം ശാന്തമാണ്, സ്ഥിരതയുള്ളത്. ഞാൻ എന്തോ കണ്ടെത്തി, അവൾ പറയുന്നു. മറ്റൊരു ഭൂപടം, പഴയത്, അസ്ഥിയിൽ കൊത്തിയെടുത്തത്. അവൾ എന്താണ് ചോദിക്കാൻ പോകുന്നതെന്ന് നിനക്കിതിനകമറിയാം. നിന്റെ ഉത്തരം നിനക്കിതിനകമറിയാം. കാരണം നിനക്കെങ്ങനെ തിരിച്ചു വരാതിരിക്കും? നിശ്ചലമല്ലാത്ത നഗരത്തെ അന്വേഷിക്കാതിരിക്കാൻ നിങ്ങൾക്കെങ്ങനെ കഴിയും? അത് രക്തമോ സ്വർണമോ വിജയമോ ആവശ്യപ്പെടുന്നില്ല, മറിച്ച് ഓർമ്മയ്ക്കായി, സത്യത്തിനായി, നിങ്ങൾക്കായി. അപ്പോൾ നിങ്ങൾ വീണ്ടും തുടങ്ങുക. ബാഗ് വീണ്ടും പാക്ക് ചെയ്യുക, കത്തി മാറ്റിവെക്കുക, ഫീൽഡ് നോട്ടുകൾ പുനർക്രമീകരിക്കുക. ഒരു രാത്രി പുറപ്പെടുന്നതിന് തൊട്ടുമുമ്പ് നിങ്ങളൊരു മെഴുകുതിരി കത്തിച്ച് ഒരു കടലാസിൽ 3 പേരുകൾ എഴുതുക. നിങ്ങളുടേത്, നിങ്ങളുടെ ദൈവത്തിൻ്റേത്, സൂര്യൻ്റെ പേരും. നിങ്ങളത് മടക്കിക്കളയുന്നു. നിങ്ങളുടെ പൂന്തോട്ടത്തിൽ അത് കുഴിച്ചിടുക. സംരക്ഷണത്തിനല്ല, വ്യക്തതയ്ക്കായി മാത്രം. കാരണം നിങ്ങൾ വീണ്ടും സെർസുറയിലേക്ക് നടക്കുമ്പോൾ നിങ്ങൾക്കൊരു മടിയുമുണ്ടാകരുത്. വിസ്മയം മാത്രം, കീഴടങ്ങൽ മാത്രം, ചിറകുകളുടെ ശബ്ദം മാത്രം. നിങ്ങൾ ഉറങ്ങുമ്പോൾ കാറ്റവസാനത്തെ നിങ്ങൾ പേരുമന്ത്രിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നു. നാളെ അതിനി നിങ്ങളെ ഓർമ്മിക്കുകയില്ല, നിങ്ങളും ഓർമ്മിക്കില്ല. നിങ്ങളിപ്പോൾ നിശ്ചലയായി, ഊഷ്മളവും സുരക്ഷിതവുമായി, ഉണർന്നിരിക്കുന്നതിൻ്റെയും ഉറക്കത്തിൻ്റെയും ശാന്തമായ അരികിൽ ഒതുങ്ങി. യാത്ര അവസാനിച്ചു. ബൂട്ടുകൾ ഇപ്പോഴും പൊടിപിടിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ കൈകൾ ഇപ്പോഴും പുരാതന കവാടങ്ങളുടെയും മങ്ങിപ്പോകുന്ന നഗരങ്ങളുടെയും വിറയൽ വഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഭാരം തോന്നുന്നു. സെർസുറ നിങ്ങളുടെ പിന്നിലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലാണ്. അത് പ്രശ്നമല്ല. കാരണം കഥ ഇന്നരാത്രിക്ക് ചുരുങ്ങി, മണൽ സ്ഥിരതാമസമാക്കി, പക്ഷികൾ വട്ടം പറക്കുന്നത് നിർത്തി. അസാധ്യമായി ഇപ്പോഴും നിലനിൽക്കുന്ന കുളം ഇനി നിങ്ങൾ ഭയപ്പെടുന്നതിനെ പ്രതിഫലിപ്പിക്കുന്നില്ല, മറിച്ച് നിങ്ങളുടെ സ്വപ്നങ്ങളുടെ നിഴലുകളെ സൗമ്യമായി തൊട്ടിലാട്ടുന്നു. നിങ്ങൾക്കിപ്പോൾ ഉപേക്ഷിക്കാം. മരുഭൂമിയുടെ ചൂട് നിങ്ങളുടെ മുറിയുടെ നിശബ്ദതയിലേക്ക് മൃദുവാകട്ടെ. പേരുകൾ മങ്ങട്ടെ, കോമ്പസ് വിശ്രമിക്കട്ടെ. നിന്നെ പിന്തുടർന്നതെന്തോ ഒന്നിന് ഇന്ന് രാത്രി പല്ലുകളില്ല, ഓർമ്മകൾ മാത്രം. വീശാൻ തളർന്നുപോയ കാറ്റിൽ തൂവലുകൾ പോലെ ചിതറിക്കിടക്കുന്നു. നിങ്ങളുടെ ഹൃദയമിടിപ്പ് മങ്ങുന്നു. നിങ്ങളുടെ ശ്വാസം കൂടുതൽ ആഴത്തിൽ താഴുന്നു. നിശബ്ദത സംഗീതമായി മാറുന്നു. ഒഴുകിപ്പോകുന്നതിനു മുമ്പ് നിങ്ങൾ അവസാനമായി കാണുന്നത് ഒരു നഗരമല്ല, ഒരസ്ഥികൂടമല്ല, ഒരു കവാടമല്ല, പക്ഷേ ഒരു വെളുത്ത തൂവൽ. അവസാനം നിങ്ങൾ വീടാണെന്ന് തിരിച്ചറിയുന്ന ആകാശത്തിലൂടെ സൗമ്യമായി വീഴുന്നു. നിങ്ങൾ സുരക്ഷിതരാണ്, നിങ്ങൾ പൂർണ്ണനാണ്, നിങ്ങളിപ്പോൾ സ്വതന്ത്രനാണ്. പര്യവേക്ഷകനെ, നന്നായി ഉറങ്ങൂ. രാവിലെ വരുമ്പോൾ മറ്റൊരു പക്ഷേ നിങ്ങളുടെ പോക്കറ്റുകൾ പെട്ടെന്ന് പരിശോധിക്കരുത്.